നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെതിരായ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വിജയം രാജ്യം ആഘോഷിക്കുമ്പോൾ കോൺഗ്രസും ഇന്ത്യ സഖ്യവും മുഖം തിരിക്കുന്നു. തിലക് വർമ്മയിലൂടെ ഇന്ത്യ നേടിയ ഫൈനൽ വിജയത്തിന് പാകിസ്ഥാന്റെ ഭീകരത്താവളങ്ങളുടെ അടിവേരിളക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് പകരം ചോദിച്ച ഓപ്പറേഷൻ സിന്ദൂരുമായി താരതമ്യപ്പെടുത്തി കളിക്കളത്തിൽ പാകിസ്ഥാനെ തകർത്ത വിജയത്തിന് ഓപ്പറേഷൻ തിലക് എന്ന് പേരിട്ട് അഭിനന്ദനം പ്രവഹിക്കുമ്പോൾ ഇന്ത്യൻ താരങ്ങളുടെ പെരുമാറ്റം ശരിയാകാത്തതിനാൽ അംഗീകരിക്കാൻ കോൺഗ്രസ് ദേശീയ നേതാക്കൾ തയ്യാറാകുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിലും നഷ്ടപ്പെട്ട ഇന്ത്യൻ വിമാനങ്ങളുടെ കണക്ക് ചോദിച്ച രാഹുൽ ഗാന്ധി പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ ചങ്ങാതിയാണെന്ന ആരോപണം BJP ആവർത്തിക്കുന്നു. കളിക്കളത്തിലെ ജയത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള BJP നീക്കമാണ് ഓപ്പറേഷൻ സിന്ദൂരുമായി താരതമ്യപ്പെടുത്തിയുള്ള പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം എന്ന് മുൻകൂട്ടി കണ്ടോ കോൺഗ്രസിന്റെ ഈ നിലപാട്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിൽ ശ്രീ റോണി കെ ബേബി, ശ്രീ TK അശോക് കുമാർ, ശ്രീ CB സത്യൻ, ശ്രീ MS വേണുഗോപാൽ എന്നിവരാണ് ചേരുന്നത്. ഇന്നലെ ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെ തോപ്പിച്ച് കിരീടം നേടുമ്പോൾ അത് രാജ്യത്തിന്റെ വിജയമായി ആഘോഷിക്കുകയാണ് ജനങ്ങൾ. അതേസമയത്ത് തന്നെയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഇന്ത്യയുടെ വിജയത്തെ അഭിനന്ദിക്കുന്നില്ല എന്ന ആരോപണവുമായി BJP രംഗത്തെത്തിയിരിക്കുന്നത്. പല BJP ദേശീയ നേതാക്കളും BJPയുടെ വക്താക്കളും ഈ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂരുമായി താരതമ്യപ്പെടുത്തിയാണ് ഇന്ത്യൻ താരങ്ങളെ അഭിനന്ദിച്ചത്. പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടത്. പ്രധാനമന്ത്രിയുടെ എക്സ് പോസ്റ്റിൽ പറയുന്ന കാര്യം ഓപ്പറേഷൻ സിന്ദൂർ ഓൺ ദ ഗെയിംസ് ഫീൽഡ് എന്നാണ്. ഔട്ട്കം ഈസ് ദ സെയിം, ഇന്ത്യ വിൻ, കൺഗ്രാറ്റ്സ് ടു അവർ ക്രിക്കറ്റേഴ്സ് എന്നുള്ളതാണ്. ഇതും ആയുധമാക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. പവൻ ഖേരയുടെ ട്വീറ്റിൽ ഇതിനുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത്. പവൻ ഖേര പറയുന്നത് പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ദൂരുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ വിജയത്തെ അഭിനന്ദിക്കുന്നത് ശരിയായില്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി പവൻ ഖേര പറയുകയാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഒരു മൂന്നാം അമ്പയറിന്റെ സഹായത്തോടുകൂടി ജയിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്മാറിയതാണല്ലോ. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ കണ്ടുപഠിക്കുക. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ അങ്ങനെ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ കണ്ടുപഠിക്കണം എന്നാണ് പവൻ ഖേര, കോൺഗ്രസിന്റെ നേതാവ്, മറുപടി നൽകിയത്. പക്ഷേ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ, അതിൽ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുന്നു, രാഹുൽ ഗാന്ധി പോലും ഇന്ത്യയുടെ വിജയത്തെ അഭിനന്ദിച്ചില്ല എന്നുള്ള ആരോപണം ഉന്നയിക്കുകയാണ് BJP. അതേസമയത്ത് തന്നെ ഇന്ത്യ സഖ്യ നേതാക്കൾക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് കളിക്കളത്തിൽ ഇന്ത്യൻ ടീം ഹസ്തദാനം ചെയ്യാത്തതിനെയും പാക് താരങ്ങൾക്ക് കൈകൊടുക്കാത്തതിനെയും വിമർശിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിന് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ട്രോഫി നൽകാതിരുന്ന ആ നടപടിയെ രാജ്യം അപലപിക്കുന്ന ഈ സമയത്ത് തന്നെ അത് ഇന്ത്യൻ താരങ്ങളുടെ അങ്ങോട്ടുള്ള പെരുമാറ്റം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ചില ദേശീയ നേതാക്കൾ എക്സിലും മറ്റും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതും ആരോപണ വിധേയമാക്കുകയാണ് BJP ചെയ്യുന്നത്. ശ്രീ MS വേണുഗോപാൽ, എങ്ങനെ കാണുന്നു ഇപ്പോൾ ഇന്ത്യയുടെ വിജയത്തിൻ്റെ പേരിൽ BJPയും കോൺഗ്രസും പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ കാണുന്നത്? ഇത് ശരിയാണോ? ഇപ്പോൾ ഇതൊരു ദേശീയ താല്പര്യത്തിന് വിരുദ്ധമാണ് കോൺഗ്രസ് ഈ അഭിനന്ദിക്കാതിരിക്കുന്നത്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് BJP ഇപ്പോൾ. ഇതിനകത്ത് ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ മറന്നുപോകുന്നതാണോ അതോ അതിൽ ഒരു ഇന്ത്യ സഖ്യമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ വിരുദ്ധമായ ഒരു രാഷ്ട്രീയം കളിക്കുകയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യയുടെ മനസ്സ് എവിടെയാണ് നിൽക്കുന്നത്? ഓപ്പറേഷൻ സിന്ദൂർ എന്തായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞത് നമ്മളുടെ അമ്മയുടെയും സഹോദരിയുടെയും മക്കളുടെയും സിന്ദൂരം മായ്ച്ച് കളഞ്ഞത്. അതായത് അവരുടെ ഭർത്താക്കന്മാരെ മുണ്ടുപൊക്കി നോക്കി വെടിവെച്ച സംഭവമാണ്. ഈ സംഭവത്തിന് പിന്തുണ കൊടുത്ത ആരാണ്? പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാൻ അങ്ങനെ പിന്തുണ കൊടുത്തതിന് ശേഷം നമ്മൾ അവരുമായിട്ട് കളിക്കാൻ തന്നെ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അവരുമായിട്ട് ശരിക്കും കളിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ അവരുമായിട്ട് കളിക്കാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാന കാരണം തന്നെ ഈ പഹൽഗാം അറ്റാക്കിന് മുമ്പേ നമ്മൾ ഈ ഏഷ്യ കപ്പിൽ കളിക്കുമെന്ന് തീരുമാനിച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ കോൺട്രാക്റ്റിൽ നിന്ന് വിട്ടുപോരുന്നതിനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ കളിച്ചത്. അപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയെയും സഹോദരിയെയും മക്കളെയും കണ്ണീര് കുടിപ്പിച്ച അവർക്കെതിരായിട്ട് കാണിക്കാവുന്ന ഒരു ചെറിയ സിമ്പലാണ് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള പ്രകോപനപരമായ കാര്യങ്ങൾ നടത്തുന്ന ഒരു മന്ത്രിയിൽ നിന്ന് പ്രൈസ് വാങ്ങിക്കാതിരിക്കുക എന്നുള്ളത്. മോസി നഖ്മി കാണിച്ചത് എന്താണ്? ഈ കളിയുടെ ഉടനീളം അദ്ദേഹം
ഇന്ത്യൻ കളിക്കാർക്ക് യാതൊരു സ്റ്റേജിലിരുന്നുകൊണ്ട് അവരുടെ വിജയത്തിലോ അതിനുശേഷം അവർക്ക് ഇൻഡിവിജ്വൽ പ്രൈസുകൾ കിട്ടിയപ്പോഴോ ഒരു കൈയടിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. എന്ന് മാത്രമല്ല, ആ കപ്പ് അദ്ദേഹം അവിടുന്ന് എടുത്തുകൊണ്ടുപോയാണ് ചെയ്തത്. ഇന്ത്യ അദ്ദേഹത്തിൽ നിന്ന് കപ്പ് വാങ്ങിക്കില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ അതിന് അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? എങ്കിൽ വേണ്ട, അതായത് ഇവിടെ വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാമെന്ന് പറയാവുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യത്തിന് അദ്ദേഹം അത്ര വഷളാക്കി എന്ന് മാത്രമല്ല, ഞാനൊരു കാര്യം കൂടെ പറയാം. പാക് താരം, മുൻ താരം റഷീദ് ലത്തീഫിൻ്റെ ഒരു വാചകം കൂടെ പറയാം. മത്സരമുണ്ടാകും, യുദ്ധമുള്ളിടത്തോളം ക്രിക്കറ്റിൽ വൈരവും ഉണ്ടാവും, അത് അവസാനിക്കില്ല. പക്ഷേ അതിൽ ഇന്ത്യ ജയിച്ചുകൊണ്ടേയിരിക്കും, അതൊരു പ്രശ്നമല്ല. പക്ഷേ വൈരാഗ്യം എപ്പോഴും ഉണ്ടാകും, അത് തുടരുക തന്നെ ചെയ്യും. വൈരാഗ്യം എപ്പോഴും ഉണ്ടാകും, അത് തുടരുക തന്നെ ചെയ്യും. ഇത് ഈ മനസ്ഥിതി പാകിസ്ഥാനിൽ ഉണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിനെയും ഇതിനെയും കൂട്ടിച്ചേർത്ത് പറയാനുള്ള കാരണം, ഇത് ഓപ്പറേഷൻ തിലകാണെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇന്ത്യൻ ജനതയുടെ മനസ്സെന്താണെന്നറിയാം, അതുപോലെ തന്നെ പാകിസ്ഥാൻ ജനതയുടെ മനസ്സെന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. ശരി, ശ്രീ റോണി കെ ബേബി, എന്തുകൊണ്ടാണ് ഇന്ത്യൻ ടീമിൻ്റെ ഈ വിജയം കോൺഗ്രസിന് അത് അഭിനന്ദിക്കണം എന്ന് തോന്നാത്തത്? രാഹുൽ ഗാന്ധി ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് BJPയുടെ വിമർശനം വരുന്നത്. അതുമാത്രമല്ല, കോൺഗ്രസിൻ്റെ സ്ഥിരമായിട്ട് ഈ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കാറുള്ള കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളും ട്വിറ്ററിൽ വിവിധങ്ങളായ അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശശി തരൂർ അഭിനന്ദിച്ചിരുന്നു, പക്ഷേ അവിടെ ഇന്ത്യൻ ടീമിൻ്റെ പെരുമാറ്റത്തെ പറ്റിയുള്ള ഒരാക്ഷേപവും അദ്ദേഹത്തിനുണ്ട്, അതിലുള്ള അഭിപ്രായ വ്യത്യാസവുമുണ്ട്. ശ്രീ റോണി കെ ബേബി, ഇന്ത്യൻ ടീം ഇതാദ്യമായിട്ടല്ല പാകിസ്ഥാനെ തോൽപ്പിച്ച് വലിയ വിജയം. ഇതിനു മുമ്പ് വളരെ ചരിത്രപരമായ നിരവധി വിജയങ്ങളും നേടിയിരുന്നു. പക്ഷെ ആ വിജയങ്ങൾക്കൊന്നും ഒരിക്കലും ഒരു രാഷ്ട്രീയ മാനം നൽകാനായിട്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന ഭരണാധികാരികൾ, അത് ഈ രാജ്യം വെച്ച് ഏത് ഭരണാധികാരികളും അവർ തയ്യാറായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം സംഭവിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി വിഷയത്തിൽ നമ്മൾ നേടി വിജയിച്ചു. കോൺഗ്രസിന്റെ ഇതിനകത്തുള്ള കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ തീർച്ചയായിട്ടും ആ ടീമംഗങ്ങളെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ, ആ വിജയത്തിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇതിനിടയിലൂടെ ഒളിച്ചു നടത്തിക്കൊണ്ടുവരുന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയം, ആ വൃത്തികെട്ട രാഷ്ട്രീയത്തെ ഞങ്ങൾ ശക്തമായിട്ട് ഇതാണോ പ്ലേ ഗ്രൗണ്ടിലെ കളിക്കളത്തിലെ ഓപ്പറേഷൻ സിന്ദൂര്? ഇതാണോ, ഇങ്ങനെയാണോ നമ്മൾ അതിനെ കാണേണ്ടത്? നമ്മൾ അതിനെ വിജയിച്ചു, അതിനെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ നേടിയ ആ ഉജ്ജ്വല വിജയത്തിൽ നമ്മളെല്ലാവരും നമ്മൾ അഭിമാനിക്കുന്നു. അത് ഈ രാജ്യത്തിന്റെ അന്തസ്സാണ്, യശസ്സാണ്, എല്ലാമാണ്. പക്ഷേ അതിനിടയിൽ പോലും കാരണം എന്താ, ഇവിടെ ഈ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മണിക്കൂറുകളായിട്ടില്ല ലഡാക്കില് വെടിവിതിർത്ത് 5 വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെയുള്ള തീവ്ര ദേശീയത വികാരം ഉയർത്തിക്കൊണ്ട്, തീവ്ര ദേശീയ വികാരം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ കാതലായ വിഷയം റിയലി ഷോക്കഡാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇത്ര മണിക്കൂറായിട്ട് ഒരു പ്രതികരണം പോലും BJPയുടെ ഔദ്യോഗികമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പ്രതികരിക്കേ, എന്തുകൊണ്ടാണ് BJP ആവശ്യപ്പെടുന്നത്? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് സംഘടനകൾക്കെതിരെയുള്ള കേസിൽ വേണ്ടുന്നവർ കത്തയച്ച് ഇത്ര 24 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ ഒരു പ്രതികരണം പോലും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി നടത്തിയിട്ടില്ല. അപ്പോൾ കാതലായ വിഷയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒളിച്ചോടിക്കണം. നിങ്ങളുടെ ഭരണപരമായ പരാജയമാണ്, BJPയുടെ ഭരണപരാജയമായ പരാജയമാണ് ലഡാക്കിൽ സംഭവിച്ചത്. തെരഞ്ഞെടുപ്പ് ചോദി, തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മറുപടിയില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അതിർത്തി ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയം ചർച്ചയാക്കണം. കൃത്യമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടണം. അതിതീവ്ര ദേശീയ വിഷയം ഉയർത്തിക്കൊണ്ട് ഇവിടുത്തെ ഭരണപരാജയങ്ങൾ ഓടി വയ്ക്കുന്ന ആ വൃത്തികെട്ട രാഷ്ട്രീയം ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടണം. അതിനുവേണ്ടി തന്നെയാണ്. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ BJP ഇവിടെ കോൺഗ്രസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നിങ്ങൾ ആദ്യം നിങ്ങളുടെ തന്നെ നിങ്ങളുടെ പരീക്ഷ നിങ്ങൾ പരിഹരിക്കേ. അല്ലാതെ നിങ്ങൾ കോൺഗ്രസ് എന്ത് ചെയ്തു, കോൺഗ്രസ് എന്ത് ചെയ്തില്ല ഇത് 24 മണിക്കൂർ കോൺഗ്രസിനെ വിട്ടാൽ നടക്കുന്നത് പകരം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് കാണിക്കേ. നിങ്ങളുടെ രാജ്യത്ത് സുതാര്യമായി തെരഞ്ഞെടുപ്പ് സത്യസന്ധമായി തെരഞ്ഞെടുപ്പ് നിങ്ങൾ ആ ലഡാക്കിലെ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് തൊഴിൽ മേടിച്ചിട്ട് നിങ്ങൾ ആ പാവപ്പെട്ട ലഡാക്കിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കഴിഞ്ഞ 6 വർഷമായി ആ വാഗ്ദാനങ്ങൾ നിങ്ങൾ പാലിക്കേ. BJP നേതാക്കളെ പോലും ജനങ്ങള് ചെരുപ്പൂരി അടിക്കുന്ന, ചൂലെടുത്തടിക്കുന്ന ഒരു രാഷ്ട്രീയ സാധ്യമാണ്. ശരി, അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി താരതമ്യപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്ത്യയുടെ വിജയത്തെ കോൺഗ്രസ് അഭിനന്ദിക്കാൻ മടിക്കുന്നത്. അങ്ങനെയാണല്ലോ അല്ലേ? അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമല്ലോ അല്ലേ ഈ കാര്യത്തിൽ? ഇന്ത്യൻ ക്രിക്കറ്റ് ഇന്ത്യൻ ക്രിക്കറ്റിനോടൊപ്പം, പക്ഷേ രാഷ്ട്രീയ കളിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടൊപ്പമോ BJPയോടൊപ്പം അല്ല ഞങ്ങൾ ആത്മാർത്ഥമായി
ഈ രാജ്യത്ത് 146 ചടങ്ങി ആ ഇന്ത്യൻ ടീം ഒപ്പമാണ്. പക്ഷേ ഈ പ്രധാനമന്ത്രി വൃത്തികളുടെ ആശ്രയിച്ച് ഞങ്ങൾ തുറന്നു കാട്ടും, ഞങ്ങൾ വിമർശിക്കും. നിങ്ങൾ അതിനെ എത്രമാത്രം ഞങ്ങൾ പാകിസ്ഥാൻ ചാരന്മാരാണെന്നോ പാകിസ്ഥാൻ പക്ഷക്കാരാണെന്നോ നിങ്ങൾ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിനെ ഒരുപാട് വീടുകൾ പ്രചരിപ്പിച്ചല്ലോ. ഇവിടെ കോൺഗ്രസ് വിമർശിക്കുന്ന അവകാശമില്ലേ? ശരി ശരി ശ്രീ റോണിക്ക് ബേബി, സൗണ്ടിൽ ചില പ്രശ്നമുണ്ട്. ശ്രീ ടി കെ അശോക് കുമാർ, ഇവിടെ ഓപ്പറേഷൻ സിന്ദൂരുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഏഷ്യ കപ്പിലെ വിജയത്തെ പറയുന്നത്. അത് അഭിനന്ദിക്കുവാൻ അദ്ദേഹം എടുത്തിരിക്കുന്ന ആ സ്റ്റാൻഡും അത് തന്നെയാണ്. കളിക്കളത്തിലെ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളതാണ്. രണ്ടിടങ്ങളിലും ഒരേ കാര്യങ്ങൾ സംഭവിച്ചു, ഇന്ത്യയുടെ വിജയമെന്ന്. ഇതിനെയാണ് സംശയത്തോടുകൂടി കോൺഗ്രസ് കാണുന്നത്. അതായത് മഞ്ജുഷേ, ഈ രാജ്യവിഭജനത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനുമുള്ള തമ്മിലുള്ള വൈരത്തോളം തന്നെ പഴക്കമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് പാരമ്പര്യവും. പക്ഷേ ഈ ക്രിക്കറ്റിന്റെ ഒക്കെ കാലത്ത് നമ്മളെല്ലാവരും അതിനെ ആസ്വദിക്കുന്നവരാണ്, ഇന്ത്യൻ ജനത മുഴുവൻ. സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ മുൻപ് തീരുമാനിച്ച പ്രകാരം കളിയിൽ പങ്കെടുത്തു. കളിയിൽ നമ്മൾ വലിയ നേട്ടം കൈവരിച്ചു. രാജ്യം മുഴുവൻ, രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ, യുവാക്കൾ മുഴുവൻ അതിൽ ആഹ്ലാദിക്കുകയാണ്, ആരവം മുഴക്കുകയാണ്, സന്തോഷത്തിൽ ആറാടുകയാണ്. ആ സമയത്താണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഈ തരത്തിലൊരു നിലപാടെടുക്കുന്നത്. ഇതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണ്? കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലമായിട്ട് അധികാരത്തിന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസിന് എങ്ങനെയാണ് രാജ്യത്തെ സമീപിക്കണം എന്നുള്ള കാര്യത്തിൽ സ്ഥലജല ഭ്രമമാണ്. മോദി വിരുദ്ധത ധാരാളമായിട്ട് പറയുന്നു. ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പര്യായമായിട്ട് രാജ്യത്തിന്റെ വികസന നായകൻ അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ ശില്പിയായിട്ടുള്ള നരേന്ദ്രമോദി മാറിയിട്ടുണ്ട്. അപ്പൊ നരേന്ദ്രമോദിയോടുള്ള വിരോധം ഇന്ത്യ വിരോധമായി കോൺഗ്രസിന് മാറിയിരിക്കുന്നു. അത് ഈ കളിയുടെ കാര്യത്തിൽ മാത്രമല്ല, ക്രിക്കറ്റിന്റെ കാര്യത്തിലല്ല, സ്പോർട്സിന്റെ കാര്യത്തിൽ. ഇപ്പൊ മോഹൻലാലിനെ ഇത് കൊടുത്തപ്പോൾ പോലും രാഷ്ട്രീയ വിമർശനങ്ങൾ ആ തരത്തിൽ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോ സ്പോർട്സിന്റെ കാര്യത്തിൽ, കലാകാരന്മാരുടെ കാര്യത്തിൽ, ജനാധിപത്യ സ്ഥാപനങ്ങൾ, അത് ഇലക്ഷൻ കമ്മീഷൻ ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, ഇനി രാജ്യത്തിന്റെ പാരമ്പര്യം, സ്വാതന്ത്ര്യ സമര സേനാനികൾ, അങ്ങനെ രാജ്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും നഖശിഖാന്തം എതിർക്കുക. എന്നാൽ മോദിയെ എതിർക്കുന്നത് ഇന്ത്യ എതിർപ്പായി മാറിയിരിക്കുന്നു. എന്നാൽ വൈചിത്രം എന്ന് പറയട്ടെ, അവരുടെ സഖ്യത്തിന്റെ പേരാണെങ്കിൽ ഇന്ത്യ അലയൻസ് എന്ന്. ഇത് ട്രോളർമാർ പറയുന്നത് പോലെ ഒരുപക്ഷെ BJPയുടെ ഐശ്വര്യമായിരിക്കാം രാഹുൽ ഗാന്ധി. പക്ഷെ ഇത് ജനങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് പോലെ രാജ്യത്ത് പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകളുടെ കൈകളിൽ സുരക്ഷിതമല്ല. ഞങ്ങൾ ബഹുമാനിക്കുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനോടുള്ള ബഹുമാനം ഞങ്ങൾക്കുണ്ട്. പക്ഷെ രാജ്യത്തെ കലാകാരന്മാരെ ആദരിക്കുന്നതിന്, രാജ്യം സ്പോർട്സ് രംഗത്ത് വലിയ ഉന്നതമായ വിജയം നേടുന്നതിന് അതിനെയൊക്കെ തള്ളി പറയുന്നത്, അതിനെയൊക്കെ എതിർക്കുക, ഇത് ഏതു തരത്തിലുള്ള രാഷ്ട്രീയമാണ് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത്? അല്ല, ഇപ്പോൾ നിങ്ങൾ ആക്ഷേപിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂരിന്റെ സമയത്ത് കോൺഗ്രസ് പാകിസ്ഥാൻ അനുകൂലമായി നിന്നു. ഇപ്പോൾ ഓപ്പറേഷൻ തിലകിന്റെ സമയത്ത്, അത് തിലക് വർമ്മയിലൂടെ ഇന്ത്യ വിജയം നേടി എന്ന അർത്ഥത്തിലാണ് ഓപ്പറേഷൻ തിലക് എന്ന പേരിട്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂരുമായി സമാനമായ ഒരു പേരാണ്. ഓപ്പറേഷൻ തിലകിന്റെ സമയത്താകട്ടെ കോൺഗ്രസ് പാകിസ്ഥാന്റെ കൂടെ നിൽക്കുന്നു. ഇതാണിപ്പോൾ ആക്ഷേപമായി. പ്രദീപ് ഭണ്ഡാരി, അദ്ദേഹം ഒരു ഔദ്യോഗിക വക്താവാണല്ലോ BJPയുടെ ദേശീയ തലത്തിൽ. അദ്ദേഹത്തിൻ്റെ എക്സിൽ അങ്ങനെയാണ് പറയുന്നത്, കോൺഗ്രസിനെതിരെയുള്ള ആക്ഷേപമായിട്ട്. ഇതിന് കാരണം രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചില്ല. രാഹുൽ ഗാന്ധി ഹാസ് നോട്ട് യെറ്റ് കൺഗ്രാജുലേറ്റിംഗ് ദ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഓൺ ത്രാഷിംഗ് പാകിസ്ഥാൻ ഓൺ സ്പോർട്സ് ബാറ്റിൽ ഫീൽഡ്. അതിന് മറ്റൊരു കാര്യം, ഇതിൽ വെൻ പാകിസ്ഥാൻ ഈസ് കംപ്ലീറ്റ്ലി കോർണേഡ് യു ഹാവ് കോൺഗ്രസ് ലീഡേഴ്സ് ആസ്കിംഗ് ഫോർ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അഗെയിൻസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ളതാണ്. അതായത് ഇന്ത്യ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പ്രകടിപ്പിച്ചില്ല എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ ഈ പ്രദീപ് ഭണ്ഡാരിയുടെ എക്സിലെ ഈ വാചകങ്ങൾ വന്നിരിക്കുന്നത്. ഇത് മുൻപ് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് ഇന്ത്യ വിജയം നേടിയപ്പോൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട വിമാനങ്ങളെക്കുറിച്ചും ഉള്ള ഒരു സംശയം ഉന്നയിച്ചിരുന്നുവല്ലോ കോൺഗ്രസ്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ BJP ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇതിനുള്ള കാരണം എന്താണ്? ഈ സമയത്ത് കോൺഗ്രസിനെ ഈ രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂരുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ആ സമയത്ത് കോൺഗ്രസിന്റെ നിലപാട് ഇതായിരുന്നു, ഇപ്പോൾ നിലപാട് ഇങ്ങനെയാണ്, രണ്ടും പാകിസ്ഥാൻ അനുകൂലമാണെന്നുള്ള ആക്ഷേപത്തിന് കാരണം എന്താണ്? അല്ലാതെ മഞ്ജുഷേ, ഇത് രണ്ടും ഇന്ത്യയുടെ വിജയങ്ങളാണ്. ആ ഇന്ത്യയുടെ രണ്ട് വിജയത്തിലും ആഹ്ലാദിക്കാതെ എതിർത്ത് നിൽക്കുകയായിരുന്നു. സർജിക്കൽ സ്ട്രൈക്കിന്റെ കാര്യത്തിൽ, ബാലാക്കോട്ട് ആക്രമണത്തിന്റെ കാര്യത്തിൽ തെളിവ് ചോദിച്ചു. സിന്ദൂർ ആക്രമണത്തിൽ വലിയ നേട്ടം കൈവരിച്ചപ്പോൾ അതിലെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് ചോദ്യം. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില വ്യാപാര തർക്കങ്ങൾ. ആ ഘട്ടത്തിലാണ് ട്രംപ് ഇന്ത്യയെ ചത്ത സമ്പദ് വ്യവസ്ഥ എന്ന് വിളിച്ചത്. ലോകത്തിൽ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഏറ്റവും വേഗത്തിൽ വളരുന്ന
ഏറ്റവും വലിയ വളർച്ച രേഖപ്പെടുത്തുന്ന സമ്പദ് വ്യവസ്ഥ ചത്ത സമ്പദ് വ്യവസ്ഥയെന്ന് ട്രംപ് പറയുന്നു. താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ യാതൊരു സംശയവുമില്ലാതെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, ചത്ത സമ്പദ് വ്യവസ്ഥയാണ്, നിങ്ങൾക്ക് എന്താ സംശയം എന്നാണ് മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചത്. ഇത് കേട്ട് രാജ്യത്തെ മാധ്യമ പ്രവർത്തകരും ജനങ്ങളും അടക്കി ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാട് ഞാൻ പറയുന്നത് ഈ സ്പോർട്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, രാജ്യവുമായി ബന്ധപ്പെട്ട ഏത് മുന്നേറ്റങ്ങളെയും ഇകഴ്ത്തി കാണിക്കുവാനും രാജ്യത്തിന്റെ എല്ലാ വിജയങ്ങളെയും നരേന്ദ്രമോദി വിരോധത്തിന്റെ പേരിൽ തള്ളിപ്പറയുവാനും ചെയ്യുന്നത് ഏത് പ്രതിപക്ഷ താല്പര്യത്തിന്റെ പേര്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ കൂറിനെ എല്ലാവരും സംശയിക്കുന്നത്. ശരി അശോക് കുമാർ. ശ്രീ സിബി സത്യൻ, ഇവിടെ ഈ ഓപ്പറേഷൻ സിന്ദൂരിന്റെ സമയത്താകട്ടെ ഇപ്പോഴാകട്ടെ കോൺഗ്രസിന്റെ നിലപാട് ദേശീയ താല്പര്യത്തിന് എതിരെ ആണെന്നുള്ള വിമർശനമാണ് BJP ഉന്നയിക്കുന്നത്. ഇവിടെയും ഈ ഇങ്ങനെ അഭിനന്ദിക്കുവാൻ മടി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തന്നെ വരികയാണ്. ശശി തരൂർ പക്ഷേ അഭിനന്ദിച്ചിട്ടുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് കോൺഗ്രസിൻ്റെ പാകിസ്ഥാൻ്റെ നാവാണ് കോൺഗ്രസ് എന്ന് പറയുവാൻ ഉപയോഗിച്ചിരുന്നത് പാകിസ്ഥാനിലെ മാധ്യമങ്ങളും പാകിസ്ഥാനിലെ നേതാക്കളും കോൺഗ്രസും ഇന്ത്യ സഖ്യവും എന്താണോ ഇന്ത്യയിൽ പറയുന്നത് അക്കാര്യം അവിടെ പ്രചരിപ്പിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരെയാണ് ഇവിടെ കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും നിലപാട്. അത് പാകിസ്ഥാൻ അനുകൂലമായി തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ശരിയാണ് എന്ന രീതിയിൽ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ ടീമിന് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല എന്നത് കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളുടെയും നിലപാടാണ്. ഇത് പാകിസ്ഥാൻ്റെ നിലപാടാണ് എന്ന രീതിയിൽ പാകിസ്ഥാൻ അവിടെ പ്രചാരണം നടത്തും. ക്രിക്കറ്റ് രാജ്യങ്ങളിൽ ICCക്ക് മുന്നിൽ അവർ ഇക്കാര്യം ഉന്നയിക്കും. ആ രീതിയിൽ ഡിഫൻസ് എടുക്കും. ഇതാണൊരു പ്രശ്നമായി വന്നിരിക്കുന്നത്. അതാണ് രാഹുൽ ഗാന്ധി അസീം മുനീറിൻ്റെ ചങ്ങാതിയാണ്, പാക് സൈനിക മേധാവിയുടെ ചങ്ങാതിയാണ് എന്ന രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നത് BJP. മഞ്ജുഷ, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് അധികം വൈകാതെ പാക് പ്രധാനമന്ത്രി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. അഭിസംബോധന ചെയ്തിട്ട് പാക് പ്രധാനമന്ത്രി ലോകത്തോട് പറഞ്ഞത്, ഞങ്ങൾക്ക് വ്യാപകമായ നാശനഷ്ടമുണ്ടായി, ഞങ്ങളുടെ റൺവേകളും ഞങ്ങളുടെ വിമാനത്താവളങ്ങളും ആക്രമിക്കപ്പെട്ടു, ഞങ്ങളുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ്. അതിനർത്ഥം ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആളാണ് എന്നാണോ? ഇന്ത്യയുടെ ചാരനാണ്, അതുകൊണ്ടാണ് പാകിസ്ഥാനെതിരെ അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് എന്നാണോ? ഒരു ചെറിയ സംശയം കൊണ്ട് ചോദിക്കുകയാണ്. കാരണം ഈ പറയുന്ന BJPയുടെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും നഷ്ടമുണ്ടായി എന്ന് തുറന്നു പറഞ്ഞ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആളും നരേന്ദ്രമോദിയുടെ അനുയായിയുമായിട്ട് വേണമല്ലോ നമ്മൾ ചിത്രീകരിക്കാൻ. യുദ്ധവിമാനങ്ങളെ കുറിച്ചും പറയുകയുണ്ടായി. അത് തന്നെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇവിടെ ഇന്ത്യക്ക് നഷ്ടമായ യുദ്ധവിമാനങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുണ്ടായി, അവർക്കുണ്ടായ നഷ്ടത്തെ പറ്റിയും പറയുണ്ടായി. പക്ഷേ ഇന്ത്യൻ സർക്കാർ, ജനാധിപത്യ ഇന്ത്യൻ സർക്കാർ ഇന്ത്യക്ക് എന്തെല്ലാം നഷ്ടമുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് പരിപൂർണമായിട്ടും മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു യുദ്ധം നടന്നാൽ അപ്പുറവും ഇപ്പുറവും നഷ്ടം ഉണ്ടാവും. ആ നഷ്ടം ഉണ്ടാകുന്നത് തുറന്നു പറയണം. കാരണം ജനങ്ങളുടെ പൈസയാണ്, ജനങ്ങളുടെ പണമാണ്, ജനങ്ങളുടെ അഭിമാനമാണ്. അപ്പൊ അത് പറയുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. അതിന് പകരം ഒരു ഇലക്ഷന്റെ റിസൾട്ട് മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് അതിനെ മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന്റെ അവസാന ഗതിവിഗതികളെ മറച്ചു വെക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ ഒരു രാജ്യസ്നേഹവും തെരഞ്ഞെടുപ്പും തമ്മിൽ യാതൊരു തരത്തിലും യോജിക്കാത്ത രണ്ട് വസ്തുതകളാണ്. അതിനെ പരസ്പരം ബന്ധിപ്പിക്കാനുള്ള ശ്രമമാണ്. അത് മര്യാദയല്ല. പിന്നെ രണ്ടാമത്തെ കേസ്, രാജ്യസ്നേഹമില്ല എന്ന് BJP പറയുന്നു. അദ്ദേഹം ഏഷ്യ കപ്പ് ആരാണ് രാജ്യസ്നേഹം നിശ്ചയിക്കുന്നത്? അമിത് മാളവിയാണോ? BJPയുടെ IT സെൽ മേധാവിയായ അമിത് മാളവിയാണോ ഇന്ത്യയുടെ രാജ്യസ്നേഹത്തിന്റെ അളവ് നിശ്ചയിക്കുന്ന ആൾ? അദ്ദേഹമാണോ അതിന്റെ അതിർവരമ്പ് നിശ്ചയിക്കുന്നത്? അദ്ദേഹം ഈ പറഞ്ഞ രാജ്യസ്നേഹം ഉണ്ടെങ്കിൽ ആദ്യം ഇന്ത്യ ചെയ്യേണ്ടിയിരുന്നത് ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ കളിക്കില്ലെന്ന് പ്രഖ്യാപിക്കണമായിരുന്നു. എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല? 170 മില്യന്റെ ടെലികാസ്റ്റ് റൈറ്റ് ആണ് സോണിയുടേത്. ഇന്ത്യ കളിച്ചില്ലെങ്കിൽ അത് പൊട്ടും. മനസ്സിലായോ? അപ്പൊ മുഴുവൻ സാമ്പത്തിക താല്പര്യവും സംരക്ഷിച്ചുകൊണ്ട് ഒരു രാജ്യം, ഇന്ത്യ ആക്രമിക്കപ്പെട്ടു, പഹൽഗാമിൽ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ കൊല ചെയ്യപ്പെട്ടു, പാകിസ്ഥാനാണ് ചെയ്തത്. പാകിസ്ഥാനോട് യുദ്ധമുണ്ടായിട്ട് അവരുമായിട്ട് ശത്രുത നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് പിന്നെ എന്തിനാണ് കളിക്കാൻ പോകുന്നത്? വെടിയുണ്ട കൊണ്ടും ബാറ്റ് കൊണ്ടും ഒരേ കളിയല്ല കളിക്കുന്നത്. ബോംബുകൾ കൊണ്ടും പീരങ്കികൾ കൊണ്ടും കളിക്കുന്ന കളിയല്ല ക്രിക്കറ്റ് പിച്ചിൽ കളിക്കുന്നത്. ക്രിക്കറ്റ് പിച്ചിൽ നടക്കുന്ന വിനോദമാണ്. നിങ്ങൾക്ക് ഒരേ സമയം യുദ്ധവും ഒരേ സമയം വിനോദവും പറ്റില്ല. നിങ്ങൾക്ക് യുദ്ധമാണെങ്കിൽ നിങ്ങൾ യുദ്ധത്തിലായിരിക്കണം, നിങ്ങൾ വിനോദത്തിലാണെങ്കിൽ നിങ്ങൾ വിനോദത്തിലായിരിക്കണം. അല്ലാതെ യുദ്ധവും വിനോദവും ഒരേ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പട്ടാളക്കാരെ, ഇന്ത്യയുടെ ഈ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെ പരിഹസിക്കുകയല്ലേ? നിങ്ങൾ ഒരേ സമയം തന്നെ അവരോട് യുദ്ധം ചെയ്തു, നിങ്ങളുടെ ധീരസൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്നു, അവർ മരിക്കുന്നു. അതേസമയം തന്നെ നിങ്ങൾ മറുവശത്ത് അവരോട് കളിക്കുന്നു. ഇതെന്ത് തമാശയാണോ? ഇതെന്ത് രാജ്യസ്നേഹമാണ്? ഒരു പ്രത്യേകതരം രാജ്യസ്നേഹമാണോ? അമേരിക്കയും റഷ്യയും തമ്മിൽ ശീതയുദ്ധ കാലത്ത്
റഷ്യയിൽ ഒളിമ്പിക്സ് വന്നപ്പോൾ അമേരിക്ക ബഹിഷ്കരിച്ചിട്ടുണ്ട്, അമേരിക്കയിൽ ഒളിമ്പിക്സ് വന്നപ്പോൾ റഷ്യ ബഹിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാലത്തും ശത്രു രാജ്യങ്ങൾ ഒളിമ്പിക്സ് നടക്കുമ്പോൾ അവരുമായിട്ട് എതിർപ്പുള്ള രാജ്യങ്ങൾ, അവരുമായിട്ട് രാജ്യങ്ങൾ അത് ബഹിഷ്കരിച്ചിട്ടുണ്ട്. അതാണ് ചരിത്രം. അങ്ങനെ നിങ്ങൾക്ക് ശത്രുത ഉണ്ടെങ്കിൽ നിങ്ങൾ ബഹിഷ്കരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ അവിടെ ആളിനെ വിട്ടിട്ട് ഒരേ സമയം യുദ്ധവും ഒരേ സമയം വെടിയുണ്ട കൊണ്ട് ഒരേ സമയം ബാറ്റ് കൊണ്ട് കളിക്കുന്ന എന്ത് കളിയാണ്, എന്ത് രാജ്യസ്നേഹമാണിത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയാണ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനം, ഒരു വിനോദം, ഒരു കളി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ അഭിമാനം ഉണ്ടാകുന്ന സാധനമാണ്. അത് യുദ്ധമല്ല. യുദ്ധമാണെങ്കിൽ അത് തോക്കുകൊണ്ടും പീരങ്കികൊണ്ടുമാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ ഗവൺമെന്റിന്റെ വളരെ പരാജയപ്പെട്ട ഒരു ഫോറിൻ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ക്രിക്കറ്റിനെ ഉപയോഗിക്കാൻ പാടില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ $2.4 ബില്യൺ ധനസഹായമാണ് IMF പാകിസ്ഥാന് നൽകിയത്. എന്തുകൊണ്ട് ഇന്ത്യക്ക് തടയാൻ പറ്റിയില്ല? നിങ്ങൾ ഈ പറയുന്ന പാകിസ്ഥാൻ ഏറ്റവും വലിയ ടെററിസ്റ്റ് കൺട്രി ആണെന്നാണ് നമ്മൾ പറയുന്നത്. പാകിസ്ഥാൻ ഈ ടെററിസ്റ്റ് കൺട്രി, പാകിസ്ഥാൻ $2.4 ബില്യൺ IMF-ന്റെ ധനസഹായം കിട്ടിയാൽ അതിനകത്ത് ഒരു 20% ഭീകര പ്രവർത്തനത്തിലേക്ക് ഒഴുകിയാൽ അത് ഏറ്റവും വലിയ അപകടം ഉണ്ടാകുന്ന ഇന്ത്യക്കായിരുന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ പറഞ്ഞ പാടിപ്പുകഴ്ത്തപ്പെട്ട വിദേശകാര്യ നയത്തിനെ തടയാൻ കഴിഞ്ഞില്ല? ഇനി രണ്ടാമത്തത്, UN-ന്റെ കീഴിലുള്ള കൗണ്ടർ ടെററിസം കമ്മിറ്റിയിൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം പാകിസ്ഥാനാണ്. അതെങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ഇന്ത്യക്ക് തടുക്കാനായില്ല? അപ്പൊ ഇന്ത്യയുടെ വിദേശ നയം എവിടെയാണ് നിൽക്കുന്നത്? ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഇത്രയും ഭീകര വാഴ്ച നടത്തുന്ന, ഇത്രയും ഭീകരരെ അതിർത്തി കടത്തിവിട്ട് ഇന്ത്യയിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന പാകിസ്ഥാനെ ഒരു തരത്തിലും തടയാൻ പറ്റാത്ത രീതിയിൽ, ഒരു തരത്തിലും അതിന്റെ വിദേശ നയത്തിൽ തടയാൻ പറ്റാത്ത രീതിയിൽ പരാജയപ്പെട്ട ഒരു വിദേശ നയവുമായിട്ട് നിന്നിട്ട് നമ്മുടെ ഒരു 2020 ക്രിക്കറ്റ് കളിച്ച് എന്ത് കഥയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? നമ്മളുടെ പരാജയങ്ങൾക്കെല്ലാം പകരം ഇതുപോലെ ഒരു ഗെയിമിനെ എടുത്ത് ഉയർത്തിക്കാട്ടി ഇതാണ് രാജ്യസ്നേഹമെന്നും ഇതാണ് സംഭവം എന്നും പറയുന്ന വെറുതെ ഒരു ഹിറ്റ്ലേറിയൻ സംഭവം സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹിറ്റ്ലറിന്റെ ഭരണകാലത്ത് ഗീബൽസ് നടത്തിയ സമാനമായ കാര്യങ്ങളല്ലേ ഇപ്പൊ നടക്കുന്നത്? എന്തെല്ലാം വ്യാജമായ രാജ്യസ്നേഹ സംഭവങ്ങളാണ് നടക്കുന്നത്. ഈ രാജ്യസ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളാണ് നടക്കേണ്ടിയിരുന്നത്. ഇന്ത്യയുടെ പട്ടാളക്കാർക്ക് ജീവന് വില കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്രിക്കറ്റ് കളിയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു വേണ്ടത്. അല്ലാതെ നമ്മൾ പോയി ക്രിക്കറ്റ് കളിച്ച് തിരിച്ച് പിന്നെ രണ്ടാമത് ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ക്രിക്കറ്റായി കളിക്കണം, ഫുട്ബോളായി കളിക്കണം. ഫുട്ബോളിലെ ലോകത്തിലെ ഏറ്റവും വലിയ 2 എതിരാളികൾ ഏതൊക്കെയാ? ബ്രസീലും അർജന്റീനയാണ്. അവർ തമ്മിൽ കളിക്കാണ് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ളത്. അവർ തമ്മിലുള്ള കളിക്കാണ് ഏറ്റവും വലിയ സംഭവമാകുന്നത്. പക്ഷെ അവർ തമ്മിൽ യുദ്ധവും നടക്കുന്നില്ല. ആ വൈരം എന്ന് പറയുന്നത് മറ്റൊരു തരം വൈരമാണ്. അതുപോലെ തന്നെ ക്രിക്കറ്റിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ പോലെ തന്നെയാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ മത്സരങ്ങൾ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ കാണികൾ കാണുന്ന ചിര വൈരം എന്ന് നമ്മൾ വിളിക്കുന്ന മത്സരങ്ങളാണ്. അവിടെയും ഈ പറഞ്ഞതുപോലെ യുദ്ധം അല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിൽ. അവരുടെ വൈരം എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ സ്പോർട്സിന്റെ ഫീൽഡിൽ മാത്രം നിൽക്കുന്ന, അതിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ അങ്ങേയറ്റം നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നിങ്ങളിവിടെ അതിലെ യുദ്ധത്തിനെ വലിച്ചഴിക്കുകയും വെടിയുണ്ടകളെയും ജവാന്മാരുടെ ജീവനെയൊക്കെ ഇതിനകത്തേക്ക് വലിച്ചഴിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുമാതിരി ഒരു സംഭവത്തിന് അതിവൈകാരികത കൊടുക്കുകയാണ്. വേണുഗോപാൽ ദേശീയതയുടെ പേരിൽ അതിവൈകാരികത സൃഷ്ടിക്കുകയാണ് എന്നുള്ള മറുപടിയാണ് ശ്രീ സിബി സത്യൻ നൽകിയത്. ദേശീയത എന്ന് പറയുന്നത് തന്നെ അതിവൈകാരികതയാണ്. അതിവൈകാരികത ഉള്ളവർക്ക് മാത്രമേ ദേശീയത കാണുകയുള്ളൂ. ദേശീയ ബോധം ഉണ്ടാവണമെങ്കിൽ ആ വൈകാരികത വരണം. ഇന്ത്യക്ക് 10-65 വർഷമായിട്ട് ഈ വൈകാരികത ഇല്ലായിരുന്നു. ക്രിക്കറ്റ് കളിയിൽ പാകിസ്ഥാൻ പ്ലീസ് താങ്കൾ പറഞ്ഞതിന് മുഴുവൻ എതിർക്കാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങക്ക് പറയാനുള്ള സമയത്ത് മുഴുവനായും പറയട്ടെ വെച്ചിട്ടാണ്. ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ പാകിസ്ഥാൻ ജയിക്കുമ്പോൾ നമ്മൾ കൈയടിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഭാരതീയത ഇല്ല, നമ്മുടെ രാഷ്ട്രത്തിനോടൊരു വൈകാരികതയില്ല, നമ്മുടെ ദേശീയത ഇല്ല എന്നുള്ളതാണ്. അത് സൃഷ്ടിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഓരോ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള ദേശീയത അദ്ദേഹം പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട. പക്ഷേ ഭൂരിഭാഗം ജനങ്ങളും അത്തരത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് മാത്രമല്ല, കാരണം നമ്മളിപ്പോൾ ഇവിടെ പറയുണ്ടായ ഷെഹബാസ് ഷെരീഫ് പറഞ്ഞു അവിടുത്തെ എല്ലാം തകർന്നു നാശമായി, എയർപോർട്ട് പോയി, ഫ്ലൈറ്റ് പോയി. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞത് എപ്പോഴാണ്? അദ്ദേഹത്തിന് വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടേണ്ടതിന് തൊട്ട് മുമ്പാണ് പറഞ്ഞത്. ഈ ദുരവസ്ഥ പറഞ്ഞാലേ അവർക്ക് വല്ലതും കിട്ടുള്ളൂ. അതിനുവേണ്ടിയാണ് അവർ പറഞ്ഞത്. അതിനു മുമ്പ് അവർ പറഞ്ഞത് എന്താ? ഒന്നാന്തരം കാർട്ടൂൺ ഫിലിമുകൾ കാണിച്ചിട്ട് ഇതാണ് ഇന്ത്യയെ നമ്മൾ തകർത്തത്, ഇന്ത്യയുടെ ഫ്ലൈറ്റുകൾ ഇങ്ങനെയാണ് നമ്മൾ തകർത്തത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു.
ഇനി ഷഹബാസ് ഷരീഫ് ഇങ്ങനെ പറഞ്ഞു എല്ലാം തകർന്നു എന്ന്. പക്ഷേ ഇന്ത്യയിലെ പ്രതിപക്ഷം അത് അംഗീകരിക്കുന്നില്ലല്ലോ. നമ്മുടെ പ്ലെയിൻ എത്ര തകർന്നു എന്നല്ലേ ചോദിക്കുന്നുള്ളൂ. അവിടെ ഇത്രയും തകർന്ന കാര്യം ഇതുവരെയും അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ വിധത്തിൽ നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ദേശീയത കുറവാണ് എന്നുള്ളതാണ്. ആ ദേശീയത ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ ഇന്ന് രാഷ്ട്രങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഇന്നലത്തെ അവസ്ഥയല്ല ഇന്നത്തെ അവസ്ഥ. അമേരിക്ക പോലും പറയുന്നത് എന്താണ്? അമേരിക്ക ഫസ്റ്റ് എന്നാ പറയുന്നത്. UK പറയുന്നത് എന്താ? ഞങ്ങളുടെ ഇവിടെ നിന്ന് ഉള്ളതിനെ മുഴുവൻ അടിച്ച് വെളിയിലിറക്കും ഞങ്ങൾ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വിസ കൊടുത്തവനെ വരെ ഞങ്ങൾ വെളിയിലിറക്കുമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് തന്നെയാണ് യൂറോപ്പിലെ മിക്ക രാഷ്ട്രങ്ങളും പറയുന്നത്. അപ്പോൾ ദേശീയത നമുക്ക് മാത്രം ഇല്ലാതായ, പാകിസ്ഥാനിൽ ഒന്നാം തരം ദേശീയതയുണ്ട്. അതാണ് ഇന്ന് പാകിസ്ഥാൻ്റെ മുൻ ക്രിക്കറ്റ് താരം പറഞ്ഞത്, റഷീദ് ലത്തീഫ്. വൈരം ഉണ്ടാവും, ഇനിയും ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവുമെന്ന്. നമുക്കില്ല. അതെന്തുകൊണ്ടാണ് നമുക്കില്ലാത്തത്? നമുക്ക് അങ്ങനെയുള്ള യാതൊന്നുമില്ല. നമുക്ക് വൈകാരികതയില്ല, നമുക്ക് ദേശീയതയില്ല. നമ്മുടെ അമ്മ മരിച്ചാലും സഹോദരങ്ങൾ മരിച്ചാലും അവരെ വെടിവെച്ച് കൊന്നാലും നമുക്ക് യാതൊരു പ്രതിഷേധവും ഇല്ല. ഈ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കാനല്ലേ നമ്മൾ കിടന്ന് പാടുപെടുന്നത്. ഇതല്ലേ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി യുദ്ധം ചെയ്യുമെന്നല്ല അർത്ഥം. നമ്മൾ പല കാര്യങ്ങളിലും നമ്മുടെ അമ്മയുടെയും സഹോദരിയുടെയും മക്കളുടെയും സിന്ദൂരം മായ്ച്ചവരുമായിട്ട് ചിരിക്കുകയില്ല, കൈ കൊടുക്കുകയില്ല. ചില സമയത്ത് നമ്മൾ പ്രതിഷേധിക്കും. നിങ്ങൾ എന്ന് നമ്മളോട് നേരെ വരുന്നോ? ഇത് 47 തുടങ്ങിയതാണ്, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 47 മുതൽ ഇന്ദിരാഗാന്ധി 71 എന്തിനാ ഇവരുമായിട്ട് യുദ്ധം ഉണ്ടാക്കിയത്? ആ യുദ്ധം പിന്നെ രാഹുൽ ഗാന്ധി മനസ്സിലാക്കണ്ടേ? അപ്പോൾ ബാക്കിയുള്ള യുദ്ധങ്ങളൊക്കെ മറന്നോട്ടെ. ഈ 77 യുദ്ധമെങ്കിലും രാഹുൽ ഗാന്ധി ആത്മാഭിമാനത്തോട് ഓർക്കണ്ടേ? അപ്പോൾ അതെന്തിനാണ് ആ യുദ്ധം നടന്നത്? ആ യുദ്ധം നടന്നത് ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണ്ടേ? അതുപോലെ ഇപ്പോൾ ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഒരു ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തിയത്. എന്നിട്ടും എന്താ ചെയ്യുന്നത്? ഇദ്ദേഹം പറഞ്ഞ 2.4 മില്യൺ വാങ്ങിച്ചിട്ട് ആദ്യം ചെയ്തത് എന്താണ്? ഇത് പാകിസ്ഥാനിലെ പാവങ്ങൾക്ക് ക്ഷേമത്തിന് കൊടുക്കുന്നതിന് പകരം തീവ്രവാദികൾക്ക് പിന്നെ മുരിക്കയിലും മറ്റും അവരുടെ താവളങ്ങൾ കുറേ കൂടെ, ബഹാവൽപൂരിലും ഒക്കെ താവളങ്ങൾ കുറേ കൂടെ മെച്ചമാക്കുന്നതിന്, ഇത് പാക് ജനതയ്ക്ക് കൊടുത്ത ക്ഷേമപ്രവർത്തനം പാകിസ്ഥാനിലെ തീവ്രവാദിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോഴും നമുക്ക് പ്രതിഷേധമില്ല, നമുക്ക് ദേശീയതയില്ല, നമുക്ക് യാതൊരു താല്പര്യവും ഇല്ല. അവരെന്ത് വേണോ ചെയ്തോട്ടെ, ഇനിയും വേണമെങ്കിൽ അടിച്ചോട്ടെ, നമ്മുടെ കുറേ പാകിസ്ഥാൻ പട്ടാളക്കാർ ചത്തോട്ടെ, നമ്മുടെ കുറേ അമ്മമാർ കണ്ണീര് കുടിച്ചോട്ടെ, അവരുടെ ഭർത്താക്കന്മാരെയും ഒക്കെ കൊന്നോട്ടെ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോയാൽ എവിടെ ചെന്ന് നമ്മൾ അവസാനിക്കും? ഇതാണ് നമ്മുടെ പ്രശ്നം. ഇന്ന് ഓരോ രാഷ്ട്രങ്ങൾ, ഇന്ന് എന്തുകൊണ്ടാണ് ഇന്ത്യയെ ആളുകൾ എതിർക്കുന്നത്, മറ്റ് രാഷ്ട്രങ്ങൾ എതിർക്കുന്നത്? ഒറ്റ കാരണം കൊണ്ടാണ്. നമ്മൾ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു, നമ്മൾ പ്രതിരോധത്തിൽ ഒരു ശക്തിയായി മാറിയിരിക്കുന്നു. ഈ ശക്തി ഇങ്ങനെ വളരരുത്. ചൈനയെ എന്തുകൊണ്ട് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു? അതേ കാരണം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്. റഷ്യ എന്തുകൊണ്ട് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു? അതേ കാരണം കൊണ്ട് തന്നെയാണ് ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ ഒറ്റപ്പെടുത്തലുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. എപ്പോൾ? നമ്മൾ ഒന്നാമനാകാൻ ശ്രമിക്കുമ്പോൾ. നമ്മൾ 12-ാമനും 15-ാമനും ഒക്കെ കിടക്കുമ്പോൾ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇവൻ നമ്മുടെ കാൽ കീഴിൽ കിടന്നുകൊള്ളും, നമ്മളോട് യുദ്ധോപകരണങ്ങൾ വാങ്ങിച്ചോളും, നമ്മുടെ കൂടെ നിന്ന് നമ്മൾ പറയുന്നത് കേട്ട് ഓശാനം പാടി നടന്നോളും എന്ന ബോധം അവർക്ക് അമേരിക്കയ്ക്കുണ്ട്, പാകിസ്ഥാനിനുണ്ട്, യൂറോപ്പിലെ മിക്ക രാഷ്ട്രങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയെ എല്ലാ കാലത്തും ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വെട്ടൽ അവസാനിപ്പിക്കണ്ടേ എന്നുള്ളതാണ്. ഈ UN കഴിഞ്ഞ ദിവസം പോലും ജയശങ്കർ നമ്മുടെ വിദേശകാര്യമന്ത്രി പോയി ചോദിച്ചതല്ലേ, നിങ്ങൾ ഈ കാണിക്കുന്നത് മുഴുവൻ, അവർ ഗാസ മാത്രം പറയുകയാണ്. ഗാസ പറഞ്ഞപ്പോൾ ഗാസയേക്കാൾ വലിയ പ്രശ്നമുള്ളത് ഇപ്പുറത്ത് കിടക്കുകയാണെന്ന് നമ്മൾ പറയുന്നത് ഭംഗ്യന്തരനെ അദ്ദേഹം പറഞ്ഞപ്പോൾ കൈയടിച്ചവരെല്ലാം അന്തം വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിനും ഓരോ വാചകത്തിനും കൈയടിയായിരുന്നു. UN 190 രാഷ്ട്രങ്ങളിരുന്ന് കൈയടിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ നയങ്ങൾ പലരും അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങൾക്ക് ഗുണകരമായിട്ട് സെക്യൂരിറ്റി കൗൺസിൽ വരെ മാറ്റണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ ഇന്ത്യയുടെ നയത്തിന് എന്താണ് കുഴപ്പം? ഇന്ത്യക്ക് ആരാണ് സുഹൃത്തുക്കളുള്ളതെന്ന് പിന്നെ ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞെന്താ മറുപടി? ഞങ്ങളുടെ കൂടെ ലാറ്റിൻ അമേരിക്കക്കാരുണ്ട്, പോരെ? ഞങ്ങളുടെ കൂടെ ആഫ്രിക്കക്കാരുണ്ട്, കൊള്ളാമോ? ഞങ്ങളുടെ കൂടെ അറബികളുണ്ട്, അറേബ്യൻ രാഷ്ട്രങ്ങളുണ്ട്, ഇന്ത്യയിലെ പല രാഷ്ട്രങ്ങളും ഉണ്ട്. ഇതാണ് ബ്രിക് എന്ന് പറഞ്ഞത്. ഞങ്ങൾ 5 പേര് മാത്രമല്ല, അതിനകത്തൊരു വലിയ ടീം ഞങ്ങളോടൊപ്പം വരികയാണ്. G20 എന്ന് പറഞ്ഞു അതുപോലെ ഒരു കൂട്ടായ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ ലീഡർഷിപ്പും ഞങ്ങളുടെ സൗഹൃദവും ഒന്നിച്ചു പോകുന്നതാണ്. അത് അക്സെപ്റ്റ് ചെയ്യുന്നവർ ഈ ലോകത്തുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അതൊരു വലിയ കാര്യമല്ലേ? അപ്പോൾ ഇങ്ങനെ പറയണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ വേണം. നമുക്ക് സ്വന്തമായി നിൽക്കാനുള്ള ശക്തി വേണം. ആ ശക്തി ഉണ്ടാക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പരിശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ 11 വർഷമായിട്ട്. അതിൻ്റെ മാറ്റമാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. നമ്മൾ GDP നോക്കിക്കോളൂ,
ഏറ്റവും വലിയ ധനകാര്യ കോൺഗ്രസ് ഇന്ത്യൻ ടീമിന്റെ ഈ പെരുമാറ്റത്തിലാണല്ലോ ഒരു അസഹിഷ്ണുത മനോഭാവം എടുത്തിരിക്കുന്നത്. അതായത് സ്പോർട്സ്മാൻ സ്പിരിറ്റിന് വിഘാതമായ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കുകയായിരുന്നുവെങ്കിൽ കളിക്കളത്തിൽ എങ്ങനെ പെരുമാറണോ ആ രീതിയിൽ പെരുമാറണമായിരുന്നുവെന്ന്. ഇതാണല്ലോ കോൺഗ്രസ് വിമുഖത കാട്ടാൻ കാരണം. അപ്പോൾ ഇവിടെ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിക്കുകയാണെങ്കിൽ അതിനൊരു ക്ലോസ് ഇട്ടുകൊണ്ടേ കോൺഗ്രസിന് അഭിനന്ദിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ത്യൻ ടീമിന്റെ പെരുമാറ്റത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം ശശി തരൂരിന്റെ ട്വീറ്റിലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം നേരത്തെയും ഇന്ത്യൻ ടീം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതിരുന്നതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു രംഗത്ത് എത്തിയിരുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ കാണുന്നു? ഇത് ശരിയായില്ല ഇന്ത്യൻ ടീമിന്റെ പെരുമാറ്റമെന്ന്. കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള ഔദ്യോഗിക നിലപാട് കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം മേധാവി പവൻ ഖേര പറഞ്ഞിട്ടുണ്ട്. അത് പ്രിയപ്പെട്ട മഞ്ജുഷ് നമ്മുടെ ചർച്ചയുടെ ആദ്യം പറയുകയും ചെയ്തു. അവിടെ ഒരിടത്തും ഞങ്ങളെ ഇന്ത്യൻ കളിക്കാരെ കുറിച്ച് അല്ല അവരുടെ പെരുമാറ്റത്തെ കുറിച്ച് ഞങ്ങളുടെ വിയോജിപ്പ് വളരെ കൃത്യമായിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ 35 മിനിറ്റ് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ചതിന് എനിക്ക് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് നാഷണലിസം. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് ആ വിഷയത്തിലേക്ക് ആ കോർ പോയിന്റിലേക്ക് എത്തി. എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട സുഹൃത്ത് പറയുകയുണ്ടായി, ഇതിനു മുമ്പ് ഇന്ത്യയിലെ ഒരു ദേശീയത ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് കഴിഞ്ഞ ഒരു 70 വർഷം BJP അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 11 വർഷമായുള്ളൂ. അപ്പോൾ ഈ 70 വർഷം ഈ രാജ്യം ഇവിടെ നിലനിന്നത് എങ്ങനെയാണ്? കാരണം ഒരു ദേശീയത ഇല്ലാത്ത ഒരു രാഷ്ട്രത്തെ ഒന്നിച്ചു നിർത്താൻ കഴിയില്ല. കാരണം ഈ രാജ്യത്തെ ഒന്നിപ്പിച്ച് നിർത്തിയ ഒരു നാഷണലിസം. കാരണം 71 ഇവിടെ പറയുണ്ടായി, 71 യുദ്ധത്തിലെ ഇന്ദിരാഗാന്ധി ആദ്യകാര്യമായി ജയിച്ചു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു അടൽ ബിഹാരി വാജ്പേയി. അതിർത്തി കാത്ത് ദുർഗാദേവിയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം നമ്മൾ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിച്ചു. നമ്മൾ ആധികാരികമായി നമ്മൾ യുദ്ധത്തിൽ ജയിച്ചു. പക്ഷെ നമ്മൾ ഒരിക്കലും ക്രിക്കറ്റ് കളത്തിൽ ഇത് ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണെന്നോ ഈ നമ്മുടെ കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ചരിത്രത്തിലെ നമ്മൾ പാഠം പഠിക്കാൻ മുന്നോട്ട് പോകുന്നത് അതിദേശീയത വളർത്തുകൊണ്ടുവന്ന ഇവിടെ പറയുന്നു BJPയുടെ ദേശീയതയെ കുറിച്ച്. നിങ്ങൾ പറയുന്നത് ഇവിടെ നരേന്ദ്രമോദി ഇന്ത്യക്ക് സ്വന്തമായ ഒരു ദേശീയത ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. എന്തുതരം ദേശീയതയാണ് BJP മുന്നോട്ട് വെക്കുന്നത്? ആ ദേശീയതയാണ് ഞങ്ങൾ തട്ടുന്നത്. ആ ദേശീയതയാണ് വിമർശിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെ തെരഞ്ഞെടുക്കാതിരിക്കുക. ഇവിടെ BJPയുടെ ഔദ്യോഗിക ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്, രാഹുൽ ഗാന്ധിയാണ്. അവിടെ ലഡാക്ക് വിഷയം ഉണ്ടാക്കുന്നത് കോൺഗ്രസ് ആണ്. എന്ത് വന്നാലും നിങ്ങൾ കോൺഗ്രസിന്റെ തലയിൽ കിടന്നതിന് യുദ്ധത്തിലൂടെ ഞാൻ ചോട്ടെ. ഇവിടെ പകൽഗാമിന് മുമ്പ് പുൽവാമ സംഭവം ഉണ്ടായി. ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് വർഷം 7 ഇതുവരെ ഞാൻ ഉത്തരവിട്ടിട്ടില്ല. ഞങ്ങൾ ചോദിച്ച ചോദ്യം ശരിയാണെന്ന് അത് ജമ്മു കാശ്മീരിന്റെ ഗവർണറായിരുന്ന BJPയുടെ നേതാവായിട്ട് സത്യപാൽ മാലിക് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു. അപ്പൊ നിങ്ങൾ ഓരോ ഇൻസിഡന്റുകളും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ എല്ലാം ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ദേശീയതയായിരുന്നു നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ പാകിസ്ഥാൻ അങ്ങനെയായി മാറി. അതുകൊണ്ട് ഇന്ത്യയും അങ്ങനെയായി മാറണം. 47 ഓഗസ്റ്റ് 15 ശേഷം അന്ന് RSS ആഗ്രഹിച്ചത് പാകിസ്ഥാനെ പോലെ നമ്മളാകുമായിരുന്നു RSS ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അന്നത്തെ സർസംഘചാലകമായിട്ടുള്ള പറഞ്ഞത് ഇനിയും ഒരു മതരാഷ്ട്രം അല്ലെങ്കിൽ അതിന്റെ ചിഹ്നം എന്താ? പാകിസ്ഥാൻ ഇസ്ലാമിക് പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാന്റെ ദേശീയത ഇസ്ലാമികമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ എല്ലാ കാലത്തും അജീവായി നിൽക്കും. പക്ഷെ ആ പാകിസ്ഥാൻ തകർത്തുപോയി. പക്ഷെ നെഹ്റു എടുത്തില്ല. പാകിസ്ഥാൻ ഇന്ത്യ, മുസ്ലിം പാകിസ്ഥാൻ ഇന്ത്യ, അതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ കൂടെ പറഞ്ഞു അവിടെ പാകിസ്ഥാനിൽ വലിയ ദേശീയമായി ഒന്നിച്ചു നിൽക്കുകയാണ്. അവിടെ നമുക്കറിയാം അവിടെ പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധമേ അവിടെ നിന്നും വിട്ടുപോകാൻ വേണ്ടി അവിടെ വലിയ കലാപം നടത്തുന്നത്. പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ എത്രയോ പാകിസ്ഥാന്റെ ഭാഗമല്ലാതായി നിൽക്കുകയാണ്. അതൊക്കെ പറയുന്നത് പാകിസ്ഥാനിൽ ദേശീയത കാണിച്ചു. അതുപോലെ ഒരു ദേശീയത പാകിസ്ഥാനിൽ കാണിച്ച ദേശീയത പോലെയായിട്ടുള്ള ഇന്ത്യ സ്വാതന്ത്ര്യാനത്തിന് ദേശീയത ഉണ്ടാക്കിയെടുത്തെങ്കിൽ ഇന്ന് അടുത്ത ചിഹ്നഭിന്നമായി പോകുമായിരുന്നു. നമ്മളെല്ലാവരെയും കുറിച്ച് എല്ലാ മതന്യൂനപക്ഷങ്ങളെയും എല്ലാ ഭാഷാന്യൂനപക്ഷങ്ങളെയും എല്ലാ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളെയും അതാണ് നെഹ്റു മുന്നോട്ട് വെച്ച. എത്ര നിങ്ങൾ മോദിയെ വെള്ളാഭിഷേകം ശ്രമിച്ചാലും എത്ര മോദിയെ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിച്ചാലും നെഹ്റു മുന്നോട്ട് വെച്ച യൂണിറ്റി ഡൈവേഴ്സിറ്റി ഇന്ത്യ കണ്ടെത്തുന്ന മഹത്തായ ഗ്രന്ഥത്തോടെ അദ്ദേഹം കണ്ടെത്തിയ ദേശീയതയ്ക്കൊപ്പം ഒരു ദേശീയതയും ഈ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. മോദിയുടെ ദേശീയത ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇവിടെ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപകടമാണ്. ഞങ്ങളും നിങ്ങളും എന്ന് പറഞ്ഞിട്ട് മണിപ്പൂരിന്റെ കാര്യത്തിൽ പറഞ്ഞു 2 വർഷം കഴിഞ്ഞ നാളെ നരേന്ദ്രമോദി പോകേണ്ടി മണിപ്പൂരിൽ അവരുടെ കുട്ടികൾ സ്വീകരിച്ചു. നരേന്ദ്രമോദി
ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് സ്വാഭാവികമായിട്ടും ആ സമയത്തെ കോൺഗ്രസിന്റെ വിമർശനത്തെ ഇപ്പോൾ ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നേടിയ വിജയ സമയത്ത് കോൺഗ്രസിന്റെ നിലപാടുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് വിമർശനം ഉന്നയിക്കുമ്പോൾ അതിൽ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ പെരുമാറ്റത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ നിലപാട് പറയുന്നതിൽ ഈ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിക്കുന്നതിൽ നിങ്ങൾ മടിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പെരുമാറ്റം കളിക്കളത്തിൽ മഞ്ജുഷ ഒരു സെക്കൻഡ് ഞാൻ ഇടപെട്ടോട്ടെ. അതായത് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ എല്ലാ സംസ്ഥാന നേതാക്കന്മാരും, അതായത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും എല്ലാവരും അഭിനന്ദിച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇവിടെ മഹാരാഷ്ട്രയിൽ നിന്ന് ഹർഷവർദ്ധൻ സബ്കാൽ അഭിനന്ദിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സംസ്ഥാന നേതാക്കന്മാരും അവരുടെ തലത്തിൽ നിന്ന് കൃത്യമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിനകത്ത് അതുകൊണ്ട് കോൺഗ്രസ് അഭിനന്ദിച്ചില്ല എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ദേശീയ തലത്തിൽ കോൺഗ്രസ് നിലപാടെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇന്ത്യ ക്രിക്കറ്റ് വിജയിക്കുന്നതിന് കോൺഗ്രസ് എന്ത് നിലപാടാണ് മഞ്ജുഷ എടുക്കേണ്ടത്? ഇതിനു മുൻപുള്ള വിജയങ്ങളിലെല്ലാം കോൺഗ്രസ് കൃത്യമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ട്വീറ്റുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ, ഔദ്യോഗിക ഹാൻഡിലുകളിൽ അഭിനന്ദനവും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് സ്വാഭാവികമായിട്ടും. ശ്രീ CB സത്യൻ, ശരി ശരി അശോക് കുമാർ അങ്ങനെ ഒരു അഭിനന്ദനം അല്ല ഔദ്യോഗികമായിട്ട് വരേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള സംശയം കൂടി ഇവിടെ CB ഉന്നയിച്ചിരുന്നു. അതിനുള്ള മറുപടി ശ്രീ TK അശോക് കുമാർ. ശ്രീ മഞ്ജുഷേ, ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാരെല്ലാം ആ വിജയം ഉണ്ടായ ആ നിമിഷം തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ, ട്വിറ്റർ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അവിടെയൊക്കെ ഈ പടവും വീഡിയോയും ഷെയർ ചെയ്യുന്നതാണ് കോടിക്കണക്കിന് ആളുകൾ. അതാണ് നമ്മൾ കാണുന്നത്. ആ സമയത്ത് കോൺഗ്രസ് അത് ദേശീയ നേതൃത്വം അത് ചെയ്തില്ല എന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇത് ദേശീയ നേതൃത്വം ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ അതിനെ അഭിനന്ദിക്കേണ്ടതില്ല എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് മുൻ ധാരണ പ്രകാരം ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ അതിനെ അഭിനന്ദിക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് സംഭവിക്കുമായിരുന്നു. അതല്ലേ യഥാർത്ഥ വസ്തുത. അത് സ്വാഭാവികമായി വരുന്ന ആഹ്ലാദമല്ലേ. നമ്മുടെ അമ്മയ്ക്കൊരു നേട്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കുന്ന സ്വാഭാവികമായി നമുക്ക് നമ്മുടെ മുഖത്ത് വിരിയുന്ന ആഹ്ലാദം പോലെയാണ്. കഴിഞ്ഞ ദിവസവും 2-3 ദിവസമായിട്ട് രാഹുലും അമ്മയും സഹോദരിയും വയനാട്ടിലുണ്ട്. നന്നായിട്ട് വൈകാരിക പ്രകടനം നടത്താൻ പറ്റുന്ന ആളാണ് രാഹുൽ എന്ന് നമുക്കറിയാം. സഹോദരിയെ കെട്ടിപ്പിടിക്കുന്നു, അമ്മയെ ആശ്ലേഷിക്കുന്നു, അമ്മയും സഹോദരിയും ഒന്നിച്ചു ചേർന്ന് വളരെയധികം സന്തോഷിക്കുന്നു. അപ്പൊ രാഹുലിന് അമ്മയോടുള്ള, സോണിയാഗാന്ധിയോടുള്ള അതേ വികാരമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാർക്കും ഭാരതാംബയോടുള്ളത്. അതാണ് അതിവൈകാരികത. അതിനെ നിങ്ങൾ അതിവൈകാരിക എന്ന് വിളിച്ചാൽ ഞങ്ങൾക്കത് ഒരു അലങ്കാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അല്ലാതെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഭരണപക്ഷ നിരയിലേക്ക് പോയി നരേന്ദ്രമോദിയെ ആശ്ലേഷിച്ചതിനു ശേഷം തിരിച്ചു വന്നിരുന്ന് കണ്ണിറുക്കി കാണിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ആ കാപട്യമുണ്ടല്ലോ, അതല്ല ഞങ്ങളുടേത് യഥാർത്ഥ രാജ്യസ്നേഹമാണ്. അതിനോടൊപ്പം നിൽക്കുന്നു. നിങ്ങൾക്ക് ഇത് സാങ്കേതികമായിട്ട് ഉണ്ടായതല്ല, ഇത് അറിയാതെ പറ്റിയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം കേരളം പോലുള്ള സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളം പൂശുന്നു. ജമാഅത്ത് ഇസ്ലാമിയാണ് ലോകത്തിൽ എല്ലായിടത്തും തീവ്ര ചിന്താഗതിക്ക് നേതൃത്വം നൽകുന്നു. ജമാഅത്ത് ഇസ്ലാമിയെ പോലെ തീവ്ര ഇസ്ലാമിക സംഘടനകളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നതെന്ന് ഞങ്ങൾ ആശങ്കപ്പെടുന്നു. ഈ രാജ്യം ആശങ്കപ്പെടുന്നു. അതിന്റെ കഴിഞ്ഞ ദിവസം ഈ ഒരാഴ്ചയായിട്ട് രാഹുലും കുടുംബവും എന്തിനാണ് വയനാട്ടിൽ തങ്ങുന്നതിനെ കുറിച്ചൊരു ചർച്ച നടക്കുന്നത്. ഞാനിത് പറയാൻ കാര്യം, ഞാൻ വയനാട് മണ്ഡലത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ വോട്ടറാണ്. അപ്പൊ നമുക്കറിയാൻ കഴിയുന്നത് രഹസ്യ വിവരങ്ങള്, ഇവിടെ ഒരു 10-20 ഏക്കർ സ്ഥലം നോക്കി വെക്കുന്നു. കേരളത്തിലേക്ക് കുടുംബം അടക്കം വന്ന് താമസിക്കാനുള്ള പ്ലാനിംഗ് ഒക്കെ നടക്കുന്നു. നരേന്ദ്രമോദി 12 വർഷക്കാലം ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നതിന് ശേഷം ഡൽഹിയിൽ വന്നു. ഇപ്പൊ 12 വർഷം തികയുന്നു. 12 വർഷം ഡൽഹിയിൽ എങ്ങനെങ്കിലും അധികാരം പിടിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ച് പരാജയപ്പെട്ട രാഹുലും കുടുംബവും കേരളത്തിലേക്ക് വരികയാണ്, വയനാട്ടിലേക്ക് വരികയാണ്. ഞങ്ങളുടെ ഒരു ആശങ്ക എന്താ വെച്ചാൽ, ഞങ്ങൾ വിചാരിക്കുന്നത് ഒരുപക്ഷെ കേരള സംസ്ഥാനത്തിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമിക്കുമോ എന്നതാണ് ഞങ്ങൾ കരുതുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഗീബൽസ് എന്നൊരു പ്രയോഗം, അതായത് രാജ്യസ്നേഹികളെല്ലാം ഗീബൽസുമാരാണ്. ദേശീയത പ്രചരിപ്പിക്കുന്ന ഗീബൽസിന്റെ ആശയമാണ്. ഗീബൽസ് ആരാണെന്ന് രാജ്യം ഓരോ ദിവസവും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൌക്കിദാർ ചോർ എന്ന് പറഞ്ഞു. റഫാൽ ഇടപാടിന്റെ പേരിൽ വിമർശനം. ഞാൻ സിബിയുടെ ശ്രദ്ധയിലേക്ക് സിബി ചോദിച്ചിരുന്നു, എന്തിനാണ് കോൺഗ്രസ് അവരുടെ ഔദ്യോഗിക ഹാൻഡിലുകളിലും രാഹുൽ ഗാന്ധി എന്തിനാണ് ഇങ്ങനെ അഭിനന്ദിക്കേണ്ടത്? അങ്ങനെ നിർബന്ധമില്ലല്ലോ എന്നല്ലേ സിബി അർത്ഥമാക്കിയത്? ഏറ്റവും
ശരി, അശോക് കുമാർ വരും താങ്കളിലേക്ക്. ശ്രീ സിബി, ഏറ്റവും ഒടുവിൽ ഈ T20 ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ 2020 വേൾഡ് കപ്പ് നേടിയ സമയത്ത് കഴിഞ്ഞ ജൂണിലാണല്ലോ, 2024 ജൂണിലാണ് ഇന്ത്യയുടെ T20 വിൻ. സൂര്യകുമാർ യാദവിൻ്റെ ആ ക്യാച്ചൊന്നും മറന്നിട്ടില്ല. ആ സമയത്ത് രാഹുൽ ഗാന്ധി അന്നത്തെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെയും സൂര്യകുമാർ യാദവിൻ്റെ ക്യാച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയും അഭിനന്ദിച്ചുകൊണ്ട് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തതാണ്. അന്ന് എല്ലാവരുടെയും പ്രതികരണങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് രാഹുലിൻ്റെ പ്രതികരണവും അക്കാര്യത്തിൽ കാണിച്ചതുമാണ്. അപ്പോൾ ആ സമയത്ത് പറ്റുമായിരുന്നു. ഇപ്പോൾ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ, അതുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത് ശ്രീ സിബി. അതുകൊണ്ട് കൂടിയാണ് ചർച്ചയാവുന്നത്. മഞ്ജുഷേ, ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒന്നെന്ന് പറയുന്നത് ചിലപ്പോൾ രാഷ്ട്രീയപരമായ തീരുമാനമായിരിക്കാം, എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. പക്ഷേ എല്ലാ സംസ്ഥാന നേതാക്കന്മാരും അതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കളി നടക്കുന്നത് വളരെ വളരെ സങ്കീർണവും കലുഷിതവുമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ്. നമ്മൾ ഇതിനകത്ത് കൂടുതൽ വലിയ എന്താ പറയുന്നത് ഗവേഷണത്തിനൊന്നും പോകാതെ ലളിതമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള ക്രിക്കറ്റ് ബോഡി ഏതാണെന്നറിയാമോ? ഇന്ത്യയുടെ BCCI ആണ്. സംശയമില്ലാത്ത ഇന്ത്യയുടെ BCCIയുടെ തലവൻ ആരാണെന്നറിയാമോ? ജയ്ഷായാണ്, അമിത്ഷായുടെ മകൻ. ഓക്കെ, ഇപ്പൊ ഇതുപോലെ സന്ദർഭത്തിൽ ഈ ഏഷ്യ കപ്പ് പോലുള്ള പരിപാടിയിൽ ഇന്ത്യൻ ടീം പങ്കെടുക്കുന്നില്ലെന്ന് തീരുമാനിക്കാനും ഈ തീരുമാനിച്ചതിന് ശേഷം ഇതിനകത്ത് ഒരു പരിക്കുമില്ലാതെ ഇന്ത്യൻ ടീമിനെ രക്ഷിച്ചു കൊണ്ടുപോകാനും പറ്റുന്ന ബോഡിയാണ് BCCI. ഇത്രയും വലിയൊരു സമരം, ഇത്രയും വലിയൊരു സംഘടന, ഇത്രയും വലിയൊരു യുദ്ധം നടക്കുമ്പോൾ, രണ്ട് രാജ്യം തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇത്രയും വഷളായിട്ടിരിക്കുമ്പോൾ, കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളി എത്ര കാലം നിർത്തിവെച്ചു? എത്രയോ വർഷങ്ങൾ നിർത്തിവെച്ചു. ഇതുപോലൊരു തീരുമാനം എന്തുകൊണ്ട് ഈ സർക്കാർ എടുക്കാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് ഇതുപോലെ തീരുമാനം BCCIക്ക് എടുക്കാൻ സാധിച്ചില്ല? അതിന് പകരം അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ നാണംകെട്ട കളികൾ കളിക്കുകയും ഈ പറഞ്ഞ മുഴുവൻ രാഷ്ട്രീയം ഒരു കളിക്കളത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന പരിപാടിയല്ലേ ചെയ്തത്? നമ്മൾ ഇതിന് പകരമായിട്ട് ഞാൻ മഞ്ജുഷിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഒന്നിനെ ന്യായീകരിക്കുകയോ ചോദ്യം ചെയ്യുകയല്ല. പക്ഷേ സ്പോർട്സിനകത്ത് ചില മാന്യതകളുണ്ട്. ആ മാന്യതകളുടെ ഉദാഹരണമായിട്ട് ഈ മത്സരം നടക്കുന്നത് സ്ഥലത്ത് സമ്മാനദാനം നിർവഹിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്ന് കരുതുക. ജസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ പറയണം. വിജയിച്ചത് പാകിസ്ഥാനാണെന്ന് കരുതുക. അവർ ബഹിഷ്കരിക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഇന്ത്യക്ക് ഉണ്ടാവുന്ന നാണക്കേട് ആലോചിച്ച്. അപ്പൊ ഇതുപോലുള്ള പെറ്റിയായിട്ടുള്ള, അതായത് എന്താ പറയുന്നത്, രാഷ്ട്രീയം വളരെ വ്യത്യസ്തമായെന്നാണ്, കായികം വളരെ വ്യത്യസ്തമായെന്നാണ്. നിങ്ങൾക്ക് കായിക മത്സരങ്ങളിൽ ഏർപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള രാഷ്ട്രീയ വൈരം, പ്രാദേശിക വൈരം, രാജ്യ വൈരം നിലനിൽക്കുന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന പരിപാടി ബഹിഷ്കരിക്കലാണ്, കളിക്കുന്നില്ല എന്ന് പറയലാണ്, പിന്മാറലാണ്. അതിനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻ എടുക്കാതെ മറിച്ച് ഇത്രയും ഇത് പോയിട്ട് ക്രിക്കറ്റ് പോലെ മാന്യന്മാരുടെ കളി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സാധാരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് 10,000 രൂപ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചു സ്ത്രീകൾക്ക്. മനസ്സിലായി? അതിനുശേഷം ഇപ്പൊ ഇതാ ഈ ക്രിക്കറ്റും ഈ രാജ്യസ്നേഹവും എല്ലാം ഒന്നിച്ച് വിളമ്പിക്കൊടുക്കുകയാണ്. ഇതിനകത്ത് കച്ചവട താല്പര്യം മാത്രമാണ്. നമ്മളിപ്പോഴും മനസ്സിലാക്കണം, ജയ്ഷാ വിചാരിച്ചിരുന്നെങ്കിൽ ഈ കച്ചവടം നടക്കില്ല. ഇത് പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ 170 മില്യന്റെ ടെലികാസ്റ്റ് റൈറ്റ് ആണത്. അതായത് എത്രായിരം കോടി രൂപയുടെ പരിപാടിയാണെന്ന് ആലോചിക്കണം. അപ്പൊ ഇതൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത. അതായത് ഈ മുഴുവൻ കച്ചവടവും നടത്തിയിട്ട് അതിന്റെ കൂടെ സമാസമൻ രാജ്യസ്നേഹം കൂടെ ചേർത്ത് വിളമ്പുന്നതിനകത്തൊരു അസ്വാഭാവികതയില്ലേ മഞ്ജുഷയം? അതൊരു സുഖമില്ലാത്ത പരിപാടി. വേണുഗോപാൽ മറുപടി. ഇതിനകത്ത് ഞാൻ അദ്ദേഹത്തിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കളിയിൽ നമ്മൾ എന്തുകൊണ്ട് പങ്കെടുത്തു എന്നുള്ളതാണ്. ഈ കളിയിൽ പങ്കെടുക്കാൻ നമ്മുടെ കാരണം ഏഷ്യ കപ്പുമായിട്ടുള്ള കളിയുടെ കരാർ നമ്മൾ ഈ പഹൽഗാമിന് മുമ്പേ നിശ്ചയിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. പക്ഷേ അവിടെ നമ്മൾ നമ്മുടെ ശത്രുവായി നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിനോട് കളിച്ചു എന്ന് പറയുന്നത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ അവരോട് ഷേക്ക് ഹാൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ എന്ത് കുഴപ്പം? അവരുമായിട്ട് ഷേക്ക് ഹാൻഡ് ചെയ്യുന്നില്ല. അവരുടെ നേതാവിൽ നിന്ന് നമ്മൾ ട്രോഫി വാങ്ങിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ബുദ്ധിപൂർവ്വം ഇദ്ദേഹം മൊയ്സൈ നഖ്വി ചെയ്യേണ്ടത് എന്താ? ഞാൻ ഈ ട്രോഫി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, താങ്കൾ തന്നെ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വൈസ് പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നല്ലോ, ദുബായിലെ BCCI അവരുടെ CCIയുടെ അദ്ദേഹത്തിൻ്റെ കൊടുത്താൽ മതിയായിരുന്നു. അദ്ദേഹം അത് കൊടുത്തേനെ. ഇന്ത്യ ക്യാപ്റ്റൻ പറയുകയും ചെയ്തു, അദ്ദേഹത്തിൻ്റെ കൊടുത്താൽ ഞങ്ങൾ വാങ്ങിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ അവിടെ വെച്ച് തീർക്കാവുന്നതാണ്. അതിന് പകരം കള്ളന്മാർ ചെയ്യുന്ന പോലെ കപ്പ് എടുത്തുകൊണ്ട് ഓടുക, അതല്ലേ മ്ലേച്ഛം. ഇതിനെ അപലപിക്കാൻ കോൺഗ്രസിന് പറ്റുന്നില്ലല്ലോ. ഇവിടെ കളിച്ച് ജയിച്ചവൻ്റെ കപ്പ് എടുത്തുകൊണ്ട് ഓടുന്ന നാണം കെട്ടവനെ എന്ന് പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതിന് പകരം ഇന്ത്യൻ കളിക്കാരെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ കളിയെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ടീമിനെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തുക. ഈ രീതിയിലല്ലേ നമ്മൾ പോകുന്നത്. അത് മാത്രമേ എനിക്ക് അതിനകത്തൊരു മോശമായി തോന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് താരങ്ങളുടെ മനസ്സിലിരിപ്പ് റഷീദ് ലത്തീഫ് പറഞ്ഞതിലുണ്ട്. വൈരാഗ്യമുണ്ട്, വൈരാഗ്യം ഇനിയും തുടരും. ഇന്ത്യ ചിലപ്പോൾ ഇനിയും ജയിച്ചെന്നിരിക്കും, എങ്കിലും വൈരാഗ്യം തുടരും. ഇത് 47 മുതൽ
2025 മാറിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ 71 യുദ്ധം ഭയങ്കരമായിരുന്നു പറഞ്ഞു. 71 യുദ്ധം കഴിഞ്ഞിട്ടും ഇത്രയും വെട്ടിപ്പിടിച്ചിട്ടും നമ്മളെല്ലാം തിരിച്ചു കൊടുത്തിട്ടും നമ്മുടെ സൈന്യത്തിന് POK തിരിച്ചു കൊടുത്തിട്ടും നമ്മൾ 99,000 സൈന്യാംഗങ്ങളെ തിരിച്ചു കൊടുത്തിട്ടും ഒന്നും അവർക്കൊരു കൂസലുമില്ല. അവരിപ്പോഴും ചെയ്യുന്ന എന്താ? ഭീകരവാദം, അത് വളർത്തുക, എന്നിട്ട് ഇന്ത്യയെ ആക്രമിക്കുക, ഇന്ത്യയിൽ എവിടെയൊക്കെ മാളങ്ങളുണ്ടാക്കാമോ പുതിയ മാളങ്ങളുണ്ടാക്കി അവിടെ വന്ന് കാശ്മീരിനെ ബുദ്ധിമുട്ടിക്കുക. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ നോക്കി നമ്മൾ എങ്ങനെ ചിരിക്കുക? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ കുറച്ചുകൂടെ ലളിതമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഒരു കാര്യം ഞാൻ പറയാം. കളിക്കാതിരിക്കാൻ പറ്റത്തില്ലേ? നമ്മൾ എഗ്രിമെന്റ് നേരത്തെ വെച്ച് പോയില്ലേ? അതുകൊണ്ടാണ് കളിച്ചത്. അല്ലെങ്കിൽ ഇനി കളിയില്ലാന്ന് നമ്മുടെ ക്യാപ്റ്റൻ തന്നെ പറഞ്ഞല്ലോ. തിലക് വർമ്മ പറഞ്ഞു ഈ കളി ഇല്ല, ഈ കളിയുമായിട്ട് ഇല്ലാന്ന് നമ്മൾ പറഞ്ഞില്ലേ? അല്ല, ആ എഗ്രിമെന്റിൽ നിന്ന് പിന്മാറുന്നത് നമുക്ക് ദുബായ്, നമ്മുടെ ഷാർജയിൽ അടക്കം, അവിടെ അല്ല, നമ്മുടെ UAE അടക്കം നമ്മൾ അന്തചിത്രം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. UAE മോശം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരും. അതിനകത്ത് വേറെ ഒരുപാട് ഡിപ്ലോമസികളുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. നമ്മൾ ഈ പിന്മാറി കഴിഞ്ഞാൽ ആ കളിയിലെ മെയിൻ ടീം മാറുകയാണ്. ആ മാറുന്നതോടുകൂടി ആ കപ്പിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ പിന്നെ അവിടുത്തെ ആ വരുമാനം BCCക്ക് അല്ലേ പോകുന്നത്, അല്ലാതെ അല്ലല്ലോ. ഈ വരുമാനം പോകുന്നത് എവിടെ? BCCക്ക് അല്ലേ? BCCക്ക് അല്ലേ? അത് ഇന്ത്യയിലല്ലേ BCC ഉള്ളത്? അപ്പം അതല്ലേ പറയേണ്ടത്? BCC ഇന്ത്യയിലുള്ളതാണ്, അവിടേക്കാണ് വരുമാനം പോകുന്നത്. അതിനെന്താ കുഴപ്പം? നമുക്കല്ലേ വരുമാനം കിട്ടുന്നത്, അല്ലാതെ അമിത്ഷായ്ക്കല്ലല്ലോ വരുമാനം പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനെല്ലാം ഒരു അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഒരു കാഴ്ചപ്പാടുണ്ട്, അല്ലെങ്കിൽ ഒരു ഭൂതക്കണ്ണാടിയിലൂടെ നിങ്ങൾ ഇതിനെല്ലാം നോക്കുന്നു എന്നുള്ളതാണ് കുഴപ്പം. ഞാൻ നിങ്ങളെന്ന് പറയുന്നത് കോൺഗ്രസിനെ അല്ലാതെ മറ്റൊരു കാര്യമുണ്ട്. ഇതൊരു ദേശീയ തലത്തിലെടുത്ത നിലപാടാണ് കോൺഗ്രസ് എങ്കിൽ ഈ സംസ്ഥാന തലത്തിൽ നേതാക്കൾ അഭിനന്ദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതായത് ദേശീയ തലത്തിൽ എതിർക്കുക, എന്നിട്ട് ഞങ്ങളുടെ ആൾ ഇവിടെ പറഞ്ഞല്ലോ, പിന്നെ ഇവിടുത്തെ വക്താവ് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വക്താവും പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അതിലെന്ത് കാര്യം? നിങ്ങളുടെ പ്രധാന വ്യക്തികൾ ക്രിട്ടിസൈസ് ചെയ്യും, അതിൽ വളരെ ഇമ്പോർട്ടൻസ് കുറഞ്ഞ നേതാക്കൾ അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നതിൽ അതിന് എന്ത് എഫക്റ്റാണ് ഉണ്ടാകുന്നത്? ഈ ഓപ്പറേഷൻ സിന്ദൂരിന്റെ സമയത്ത് എന്ന പോലെ ഈ കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ, ഈ ട്വീറ്റുകളൊക്കെ പാകിസ്ഥാൻ അവിടെ പ്രചരിപ്പിക്കും. ഇതിപ്പോ നമ്മൾ പാകിസ്ഥാന്റെ ഈ വർഷം ഇപ്പൊ മോസി നഖ്വി നമ്മളും പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാലം നടക്കുന്നല്ലേ, അല്ലാതെ ഒരു കൂട്ടർക്ക് മാത്രം നടക്കുന്നതാണോ? മോസി നഖ്വി ട്രോഫി പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന ഒരു സംഭവം നമ്മളും നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഒരു സംഭവം ഇവരും പ്രചരിപ്പിക്കും. അതായത് പാകിസ്ഥാൻ അവിടെ പ്രയോഗിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസിന്റെ, അതായത് പാകിസ്ഥാന്റെ നാവായി കോൺഗ്രസ് വരുന്നു എന്നുള്ള പ്രചാരണം തന്നെയാണത്. അത് പ്രചാരണമല്ല, അങ്ങനെ തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ മോസി നഖ്വിയുടെ ട്രോഫി എടുത്തുകൊണ്ട് പോയ കാര്യം പറയാൻ പോകുമ്പം അവരിത് പറയാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറയുന്ന കേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടി പറയുന്ന കേക്ക്. അവര് പറയല്ലേ ഞങ്ങൾ ചെയ്തതാണ് ശരിയെന്ന്. പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരുന്ന് ഏഷ്യാ കപ്പിന്റെ ബോർഡിലിരുന്ന് വാചകം അടിക്കുന്നതെന്ന് ചോദിക്കും. ഈ നാണക്കേട് ഉണ്ടാവാതിരിക്കാനാണ് ഇത് പറയുന്നത്, അല്ലാതെ ആര് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഇവിടെ വലിയ രാജ്യസ്നേഹത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഇവിടെ നമ്മുടെ 55 ജവാന്മാരെ അവിടെ ചൈന കൊണ്ടുകൊടുക്കുന്ന ജവാൻ താഴ്വരയിൽ വിഷയമായിട്ട് 2 വർഷം കഴിഞ്ഞു. അപ്പൊ നരേന്ദ്രമോദിക്ക് അതൊക്കെ 2 വർഷം കൊണ്ട് മറന്ന് ചൈനയിൽ പോയി ചൈനയുടെ പ്രസിഡന്റിനെ കെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്ക് ഈ രാജ്യസ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്യൂ അല്ലായിരുന്നു? അല്ല, അവിടെ അന്ന് ചൈന കൊന്നവരെ പോലെ ഇന്ത്യയും ചൈനക്കാരെ കൊന്നു. ഇന്ത്യക്കാര് ചൈനക്കാരെയും കൊന്നു. അവിടുത്തെ ഗാൽവാൻ നദി കൂടെ ചൈനക്കാരുടെ ശവം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പോവായിരുന്നു. നമ്മൾ വീരോചിതമായിട്ട് നമ്മുടെ ജവാന്മാരെ അടക്കി അവര് ആ നദിയിൽ കൂടെ, ഗാൽവാൻ നദിയിൽ കൂടെ അവരുടെ സൈനികരെ ഇങ്ങനെ ഒഴുക്കി വിട്ടുകൊണ്ടിരുന്നു. അതാണ് നടന്നത്. അപ്പോൾ ചൈനയ്ക്കും അപമാനകരമായ കാര്യം ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യക്കും ദോഷകരമായ കാര്യം ഉണ്ടായിട്ടുണ്ട്. അത് രണ്ടുപേരും പരസ്പരം അടിച്ചു. അതാണ് നടന്നത്. അത് നമ്മൾ മറക്കുകയാണ്. ചൈനയിൽ ഇപ്പോൾ താങ്കളും പറഞ്ഞത് എന്താണ്? ചൈനയ്ക്ക് എന്തോ ഗുണമുണ്ടായി എന്നാണ് പറയുന്നത്. ചൈനയ്ക്ക് എന്ത് ഗുണമുണ്ടായി എന്നുള്ളത് മനസ്സിലാക്കണം. ചൈന പുറകോട്ട് പോയതേ ഉള്ളൂ, മുമ്പോട്ട് വന്നില്ല. ചൈന പുറകോട്ടാണ് പോയത്, അല്ലാതെ ചൈന മുമ്പോട്ട് വന്നില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് വിമർശനം കേൾക്കേണ്ടി വന്നത്. ചൈനയുടെ പട്ടാളക്കാര് മരിച്ചെന്ന് മാത്രമല്ല, ചൈനയിലൊട്ടാകെ അതിന് പ്രതിഷേധം ഉണ്ടായി. ഇന്ത്യക്കാർ കണ്ടോ, ഇന്ത്യയുടെ ആൾക്കാരെ കൊണ്ടുപോയി മാന്യമായി സംസ്കരിക്കുന്നു, അവിടെ ഹീറോചിതമായ സ്വീകരണം കൊടുക്കുന്നു.
ജവാന്മാർക്ക് നമ്മുടെ ആളിനെ ഇങ്ങനെ തോട്ടിൽ ഇറക്കി വിട്ടിരിക്കുകയാണെന്നുള്ളതാണ് അവിടെ വന്ന വിമർശനം. ആ വിമർശനം ദയവായി വേണുഗോപാൽ സാറിന് പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ നടക്കുന്നത് കാണത്തില്ല, പക്ഷെ ചൈനയിലും പാകിസ്ഥാനിലും നടക്കുന്നത് കണ്ട പോലെ ചൈന ഞാനല്ല പറഞ്ഞത്, ചൈന പറഞ്ഞത് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞതാണ്. അല്ലാതെ എനിക്ക് ചൈനയോട് യാതൊരു താല്പര്യവും ഇല്ല, നരേന്ദ്രമോദിയോടും BJP-യോടും പ്രത്യേക താല്പര്യം ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. ഈ പറയുന്ന ഒറ്റ കാരണം നമ്മുടെ നേരെ പോകുന്ന കാര്യങ്ങളെ നമ്മൾ വളച്ചൊടിക്കുമ്പോൾ അത് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞതാണ്, നമ്മുടെ രാഷ്ട്രത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൊണ്ടാണ് പറഞ്ഞത്. നമ്മുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒരു രാജ്യവുമായി കട്ടി അല്ല, സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏഷ്യ കപ്പ് കളിക്കാതിരുന്നു കൂടെ എന്ന്. അല്ല, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു ഈ കപ്പ് ഇപ്പൊ കളിക്കാതിരിക്കാൻ പറ്റൂല. കാരണം എങ്കിൽ നമ്മള് പിന്മാറാം. പക്ഷെ നമ്മളൊരു സൗഹൃദ രാഷ്ട്രമാണ് UAE. അവിടുത്തെ പിന്നെ ഷെയ്ഖ് അടക്കമുള്ളവരും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടും ഇന്ത്യയുമായിട്ട് ഒരു നല്ല ബന്ധത്തിലാണ്. ആ ബന്ധം നമ്മൾ കളയുന്നേ. വെറും ഡയലോഗ് അല്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ നിന്ന് നമ്മളിപ്പോ പിന്മാറിയാൽ ആ കളിക്കുണ്ടാകുന്ന മോശം അത് ആരെയാണ് എഫക്ട് ചെയ്യുന്നത്? പാകിസ്ഥാനെ അല്ല എഫക്ട് ചെയ്യുന്നത്, അത് UAE ആണ് എഫക്ട് ചെയ്യുന്നത്. കാരണം അവരാണ് ഹോസ്റ്റ്. ആ ഹോസ്റ്റ് ആരാണ്, അവർക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ കളിയിൽ നമ്മൾ പങ്കെടുത്തത്. ഇല്ലെങ്കിൽ ആ കളിയിൽ നമ്മൾ നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞല്ലോ ഇത്തരം കളിക്ക് നമ്മളില്ലെന്ന്, ഇനി ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഉണ്ടാവാതിരിക്കും എന്ന് പറഞ്ഞത് പിന്നെ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇതുപോലത്തെ രീതിയിലാണ് നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ നമ്മൾ ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതല്ലാതെ നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. നമ്മൾ കളിക്കാതിരുന്നിട്ടില്ല, കളിയിൽ അവരുമായിട്ട് യാതൊരു വിധ പോരും കാണിച്ചിട്ടില്ല. ഒറ്റ കാര്യമേ നമ്മൾ ചെയ്തുള്ളൂ, നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തില്ല. ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പറ്റുന്ന മൂഡല്ല നമുക്ക് ഇന്ത്യക്കുള്ളത്. കാരണം ഇന്ത്യയിലെ സഹോദരിമാരുടെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ മെസ്സേജ്. ആ മെസ്സേജ് നമ്മൾ കൊടുത്തതേ ഉള്ളൂ. അത് ഇന്ത്യയിലെ പിന്നെ പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിനോ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് എന്റെ വിഷമം. നിങ്ങളുടെ പട്ടാളക്കാരെ, നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ പുരുഷന്മാർ ഈ അതിർത്തി കിടന്ന് അവരൊന്ന് വെടിവെച്ച് കൊല്ലുമ്പോ, അവരുടെ ചോരയിൽ കുടിച്ച് ഈ മൃതദേഹങ്ങൾ കിടക്കുമ്പോ അവരുമായിട്ട് കളിക്കാൻ പോകാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു, എങ്ങനെ മനസ്സ് വന്നു? അതിന് പകരം ചോദിച്ചില്ലേ? പകരം ചോദിച്ചില്ലേ നമ്മള് ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത് വിരുദ്ധമായിട്ടാ പറയുന്നത്. ഈ കളിച്ച് ട്രോഫി വാങ്ങിച്ച് മാന്യമായിട്ട് ഷേക്കൻഡ് കൊടുത്ത് പിരിയണമെന്നാ പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് അങ്ങനെ കളിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് പറയണമായിരുന്നു. നമ്മൾ കളിക്കാൻ പോകുമ്പോഴേ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം ഇതാണ്, നിങ്ങൾ കളിക്കാൻ പോകാൻ പാടില്ല, അത് പറയണ്ടേ? കളി കഴിഞ്ഞിട്ട് കളിക്കാൻ പോകാൻ പാടില്ല എന്ന് എങ്ങനെ പറയുന്നത്? കളിക്ക് മുമ്പേ പറയണം. ഞങ്ങൾ കോൺഗ്രസ് ഇന്ത്യയിലെ അശോക് താങ്കൾ കൂടെ പറയൂ, എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്ന് പറയും. ഇവിടെ കളിക്കാൻ പോയതാണ് കുറ്റം. അല്ല, ലോകത്തിലെ മുഴുവൻ ലോകരാജ്യങ്ങളുടെ മുഴുവൻ വിദേശകാര്യ മന്ത്രിമാരെ എടുത്താൽ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ. ലോകത്തിന്റെ സർവേയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള വ്യക്തത ഇന്ത്യയുടെ നരേന്ദ്രമോദിയുടെ ടീമിനുണ്ട്. നമ്മുടെ ടീമിൽ ഏത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് ജയശങ്കർ ഏറ്റവും മികച്ച വിദേശകാര്യമന്ത്രിയാണെന്ന് പറയാമോ? സ്ഥിരതയില്ല, അദ്ദേഹത്തിന് സ്ഥിരമായിട്ടൊരു നിലപാടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഭരണപക്ഷത്തിലെ എല്ലാ മന്ത്രിമാരും ഏബിളാണ്, അവർ ഫിറ്റാണ്. പാകിസ്ഥാനെ അറിയിച്ചിട്ട് പറഞ്ഞ ആളാണ് ജയശങ്കർ. അയാളാണ് ഏറ്റവും ബെസ്റ്റ് ഫോറിൻ മിനിസ്റ്റർ. പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിച്ചു, ഞങ്ങളുടെ യുദ്ധവിമാനം വരുന്നതെന്ന് പറഞ്ഞ് മുൻകൂട്ടി അറിയിച്ചിട്ട് 7 യുദ്ധവിമാനം കൊണ്ട് തകർത്ത് തന്നിട്ട് അയാളാണ് ഇന്ത്യയുടെ ലോകത്തെ ബെസ്റ്റ് പിന്നെ ഫോറിൻ മിനിസ്റ്റർ. ശ്രമിക്കേണ്ടത് തകരാറ് പരിഹരിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. ശശി തരൂരിനെ പോലെയുള്ള ആളുകളെ വെച്ച് വേണമെങ്കിൽ കോൺഗ്രസിന് ഈ തകരാറ് പരിഹരിക്കാം. അതിന് നിങ്ങൾ ശ്രമിക്കുന്നില്ല, അവിടെയാണ് പ്രശ്നം. ഇന്ത്യക്ക് ഇന്ന് ലോകത്തിന്റെ മുന്നിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. വളരെ കൃത്യമാണ്. സാമ്പത്തിക താല്പര്യം എന്ന് പറഞ്ഞല്ലോ, മൻമോഹൻ സിംഗ് ഈ രാജ്യത്തെ നരേന്ദ്രമോദിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ 2 ട്രില്യൺ എക്കണോമി ആയിരുന്നു, അത് ഇരട്ടിയായി 4 ട്രില്യനായി. കാശുണ്ടപ്പാ, നമ്മുടെ രാജ്യത്തിന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ലോകബാങ്കിന്റെ സഹായം നക്കാപ്പിച്ച പാകിസ്ഥാൻ വാങ്ങിയതുപോലെ വാങ്ങേണ്ട ഗതികേടൊന്നും യുദ്ധത്തിന്റെ കാലത്ത് ഇന്ത്യക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഏത് പക്ഷത്താണ്? കോൺഗ്രസ് ഏത് പക്ഷത്താണ്? അതാണ് ചോദ്യം, വൈറ്റൽ ആയിട്ടുള്ള ചോദ്യം. രാജ്യത്തിന്റെ ഒരു വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ തലച്ചോറ്?
മാർജിനലാക്കിക്കൊണ്ട് അവരെ ഇല്ലാതാക്കിക്കൊണ്ട് വോട്ട് സ്നേഹവും എല്ലാം ഒരു കുടുംബത്തിലേക്ക് ഒതുങ്ങിപ്പോകും. ഇതിൽ സങ്കടമുണ്ട്. ഞങ്ങൾക്ക് ആ സങ്കടത്തിന്റെ വോട്ടാണ് നിങ്ങൾക്കെതിരായിട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും ചെയ്യപ്പെടുന്നത്. ശരി, നന്ദി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കോൺഗ്രസ് ശ്രീ റോണി കെ ബേബി പറഞ്ഞു കോൺഗ്രസ് വോട്ട് ചോരിക്കൊപ്പമാണ് എന്ന്. പക്ഷേ ഈ ട്രോഫി ചോരിക്കൊപ്പമല്ല. അതായത് മുഹ്സിൻ നഖ്വിയുടെ ഈ നിലപാട് അല്ല, അതിനെ അനുകൂലിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ റോണി കെ ബേബി? മുഹ്സിൻ നഖ്വിയുടെ നിലപാടിനെ കേൾക്കുന്നില്ല. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയുടെ വിജയത്തെ കോൺഗ്രസ് അഭിനന്ദിച്ചില്ലെന്ന് BJP. യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നവർ 47%, യോജിക്കാത്തവർ 50%. പാർട്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.